ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൽ ഡി സിയുമായിട്ട് ബന്ധപ്പെട്ട റിവിഷൻ ക്ലാസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ജിയോഗ്രഫി എന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിവിഷൻ ക്ലാസ് ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അതായത് നമ്മൾ എൽ ഡി സി തിരുവനന്തപുരം എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അത് റിലേറ്റ് ചെയ്ത് വന്നിരിക്കുന്ന SCERT ടെസ്റ്റിലെ പാഠപുസ്തകത്തിലെ ചാപ്റ്റേഴ്സുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ് ഇന്നത് നമ്മൾ എടുക്കാൻ പോകുന്ന റിവിഷൻ ക്ലാസ്. ഇതിന് മുമ്പത്തെ റിവിഷൻ ക്ലാസ്സുകളൊക്കെ നമ്മൾ SCERT വെച്ച് റിവിഷൻ ക്ലാസ്സുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒക്കെ ചെയ്തിട്ടുണ്ട്. മാക്സിമം അതൊന്ന് കാണാൻ ശ്രമിക്കുക. മിഷൻ LDC 2024 നമ്മുടെ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ ഒന്ന് കാണാൻ ശ്രമിക്കണം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? അപ്പോൾ എന്താണ് താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി സ്ട്രാറ്റോസ്ഫിയർ എന്നറിയപ്പെടുന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ലേ? അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി സ്ട്രാറ്റോസ്ഫിയർ ആണോ? അല്ല. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ നോക്കാം. നൈട്രസ് ഓക്സൈഡ് N2O ഒരു ഹരിതഗ്രഹ വാതകമാണ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. നൈട്രസ് ഓക്സൈഡ് N2O ഒരു ഹരിതഗ്രഹ വാതകമാണ്. അതുപോലെ തന്നെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഗ്രാനൈറ്റ് ഒരു തരം അവസാദ ശിലയാണ്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ലേ? ഗ്രാനൈറ്റ് ഒരു തരം അവസാദ ശിലയാണെന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. പിന്നെ അളകനന്ദ, ഭഗീരഥി എന്നീ നദികൾ ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുന്നു. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ 1ഉം 3ഉമാണ് ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഏതാണ്? ഓപ്ഷൻ ബി 1ഉം 3ഉമാണ് ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. 1ഉം 3ഉമാണ്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് നമ്മളുടെ 8ാം ക്ലാസ്സിലെ ഭൂമിയുടെ പുതപ്പ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ആ ഭൂമിയുടെ പുതപ്പ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് നോക്കാം. രണ്ടാം കണ്ടില്ലേ ഭൂമിയുടെ പുതപ്പ് കേട്ടോ. അപ്പം നോക്കാം, കംപ്ലീറ്റ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് തന്നെ കൊടുത്തേക്കുന്നുണ്ട് ജീവഗ്രഹമായി നിലനിർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത്. ആദ്യം മുതൽ നോക്കാം. ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിൻ്റെ പുതപ്പാണ് അന്തരീക്ഷം എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇതിൽ ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് എന്നീ വാതകങ്ങൾ ഭൂമിയെ ജീവഗ്രഹമായി നിലനിർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത്. ഈ വാതകങ്ങളുടെ അളവിനെ നിയന്ത്രിക്കുന്നതിൽ സസ്യങ്ങൾക്ക് സുപ്രധാന സ്ഥാനമുണ്ട്. പിന്നെ നമ്മൾ അത് വെച്ച് പിന്നെ അന്തരീക്ഷ സംരചന അറ്റ്മോസ്ഫിയറിക് കമ്പോസിഷൻ തന്നിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. അന്തരീക്ഷ സംരചന: ഭൂമിക്ക് ചുറ്റും ഒരു പുതപ്പ് പോലെ നിലകൊള്ളുന്ന നമ്മുടെ അന്തരീക്ഷത്തിൽ വാതകങ്ങൾ, ജലാംശം, പൊടിപടലങ്ങൾ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇവയെ ഭൂമിയോട് ചേർത്ത് നിർത്തുന്നത് ഭൂഗുരുത്വമാണ്. അപ്പോൾ ഇവയെ ഭൂമിയോട് ചേർത്ത് നിർത്തുന്നത് എന്താണ്? ഭൂഗുരുത്വമാണ് കേട്ടോ. പിന്നെ നമ്മൾ ഒരു ബോക്സ് തന്നിട്ടുണ്ട്, അന്തരീക്ഷ വാതകങ്ങളിൽ ബോക്സ് തന്നിട്ടുണ്ട്. അന്തരീക്ഷത്തിൽ നമ്മൾ ഓൾറെഡി പഠിച്ചാണ് നൈട്രജൻ എത്രയാണ്? 78.08 ആണ്. 78.08% നമ്മുടെ നൈട്രജൻ്റെ വരുന്നത്. പിന്നെ ഓക്സിജൻ 20.95 ആണ്. ആർഗൺ 0.093 ആണ് വരുന്നത്. ബാക്കിയൊക്കെ ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. പിന്നെ തന്നിരിക്കുന്നത് ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് എന്നീ വാതകങ്ങൾക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് കണ്ടില്ലേ എന്ന് പറഞ്ഞു. എന്നിട്ട് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. പ്രകാശ സംശ്ലേഷണത്തിന് സസ്യങ്ങൾ കാർബൺ ഡയോക്സൈഡ് ഉപയോഗപ്പെടുത്തുന്നു. ശ്വസന പ്രക്രിയയ്ക്കായി മനുഷ്യനും മറ്റു ജന്തുജാലങ്ങളും ഓക്സിജൻ ഉപയോഗപ്പെടുത്തുന്നു. നൈട്രജൻ സ്ഥിരീകരണത്തിലൂടെ സസ്യ വളർച്ചയ്ക്കായി നൈട്രജൻ ഉപയോഗപ്പെടുത്തുന്നു കേട്ടോ. ജസ്റ്റ് നോക്കി വെച്ചാൽ ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നെ അന്തരീക്ഷത്തിലെ ജലാംശം എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഭൂമിയോട് ചേർന്ന അന്തരീക്ഷ ഭാഗങ്ങളിൽ വളരെ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുള്ള ഒരു ഘടകമാണ് ജലതന്മാത്രകൾ എന്ന് പറയുന്നത്. ബാഷ്പീകരണ പ്രക്രിയയിലൂടെ ജലം നീരാവിയെ അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്നുവെന്നും അത് മേഘങ്ങളുടെ രൂപീകരണത്തിനും മഴയ്ക്ക് കാരണമാകുന്നുവെന്നും നിങ്ങൾക്കറിയാമല്ലോ. അന്തരീക്ഷത്തിലെ ജലാംശത്തിൻ്റെ അളവ് എല്ലായിടത്തും എല്ലാ സമയത്തും ഒരുപോലെയല്ല. അന്തരീക്ഷത്തിലെ ജലത്തിൻ്റെ അളവിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കി വെച്ചോണം. നമ്മൾ നോക്കാം. അന്തരീക്ഷത്തിലെ ജലത്തിൻ്റെ അളവിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങൾ ബാഷ്പീകരണത്തോട് കൂടുതലായിരിക്കും. അപ്പോൾ ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളിൽ ബാഷ്പീകരണത്തോട് കൂടുതലായിരിക്കും. ഇവിടങ്ങളിലെ അന്തരീക്ഷത്തിൽ ജലാംശം കൂടുതലായി കാണപ്പെടുന്നു. അതുപോലെ തന്നെ ഉപരിതല ജലസ്രോതസ്സുകളായ സമുദ്രങ്ങൾ, നദികൾ, മറ്റു ജലാശയങ്ങൾ എന്നിവയോട് അടുത്തുള്ള അന്തരീക്ഷ ഭാഗങ്ങൾ ജലാംശം കൂടുതലായിരിക്കും. അതറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നെ നമുക്കിതിനകത്ത് പൊടിപടലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ മെയിനായിട്ടുള്ളത് മാത്രം പറഞ്ഞു പോകാം, എല്ലാം പറഞ്ഞു പോകണ്ട. എന്താണെന്ന് നോക്കാം. ഹരിതഗ്രഹമാകുന്ന അന്തരീക്ഷം കേട്ടോ. ഹരിതഗ്രഹമാകുന്ന അന്തരീക്ഷം എന്ന് ടോപ്പിക്ക് തന്നിട്ടുണ്ട്. അതിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് അന്തരീക്ഷത്തിലുള്ള നോക്കി വെച്ചോ. അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുള്ള ഒരു മിനിറ്റ് ഇത് നോക്കാം. ഇത് നോക്കിപ്പോൾ
ഭൗമ വികിരണത്തെ തടഞ്ഞു നിർത്തി സസ്യ വളർച്ചയ്ക്കാവശ്യമായ താപം ഉള്ളിൽ നിലനിർത്താൻ ഇത്തരം നിർമ്മിതികൾ കൊണ്ട് കഴിയുന്നു. അതിനാൽ ഇവയെ എന്താണ് പറയുന്നത്? ഹരിതഗ്രഹങ്ങൾ എന്നാണ് പറയുന്നത്. ഹരിതഗ്രഹ ഗ്രീൻ ഹൗസസ് എന്നാണ് പറയുന്നത് കേട്ടോ. കണ്ടോ എന്താണ് പറഞ്ഞത്? ഭൗമ വികിരണത്തെ തടഞ്ഞു നിർത്തി സസ്യ വളർച്ചയ്ക്കാവശ്യമായ താപം ഉള്ളിൽ നിർത്താൻ ഇത്തരം നിർമ്മിതികളെ കൊണ്ട് കഴിയുന്നു. അതിനാൽ ഇവയെ ഹരിതഗ്രഹങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുള്ള ചില വാതകങ്ങളും സൗരതാപനത്തെ കടത്തിവിടാനും ഭൗമ വികിരണത്തെ ആഗിരണം ചെയ്യാനും കഴിവുണ്ട്. കാർബൺ ഡയോക്സൈഡ്, മീഥേൻ, ഓസോൺ തുടങ്ങിയ വാതകങ്ങളും നീരാവിയും ഭൂമിയിൽ നിന്ന് ഉയരുന്ന ഭൗമ വികിരണത്തെ ആഗിരണം ചെയ്ത് ഭൂമിയോടടുത്തുള്ള അന്തരീക്ഷത്തിലെ താപനില കുറയാതെ നിലനിർത്തുന്നു. ഈ പ്രതിഭാസത്തെയാണ് ഹരിതഗ്രഹ പ്രഭാവം എന്ന്, അതായത് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നു. ഇതിന് കാരണമാകുന്ന വാതകങ്ങളെ ഹരിതഗ്രഹ വാതകങ്ങൾ എന്നുമാണ് പറയുന്നത് കേട്ടോ. പിന്നെ നമുക്ക് അടുത്തതിലോട്ട് വരുമ്പോൾ താഴോട്ട് വരുമ്പോൾ മാറുന്ന അന്തരീക്ഷ രീതി എന്ന് പറഞ്ഞുകൊണ്ടൊരു ടോപ്പിക് തന്നിട്ടുണ്ട്. അതിനകത്ത് ഒരു ബോക്സിൽ മെട്രിക് ടൺ തന്നിട്ടുണ്ട്. 1 മെട്രിക് ടൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000 കിലോഗ്രാമാണ്. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ ബോക്സിലാണ് തന്നിരിക്കുന്നത്. 1 മെട്രിക് ടൺ എന്ന് പറഞ്ഞാൽ എന്താണ്? 1000 കിലോഗ്രാമാണ്. പിന്നെ നമ്മൾ കോട്ടോ പ്രോട്ടോക്കോൾ ബോക്സിൽ തന്നിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് വായിച്ചു നോക്കാം. ഹരിതഗ്രഹ വാതകങ്ങൾ നിയന്ത്രിക്കുന്നതിനായുള്ള ആഗോള ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് കോട്ടോ പ്രോട്ടോക്കോൾ. 1997 ജപ്പാനിൽ നടന്ന കോട്ടോ ഉച്ചകോടിയുടെ ഭാഗമായി വിളംബരം ചെയ്യപ്പെട്ട ഈ ഉത്തരവ് 2005 141 രാജ്യങ്ങളുടെ അംഗീകാരത്തോടെ നിലവിൽ വന്നു. 2012 ഹരിതഗ്രഹ വാതക തോത് 1990 നിന്ന് 5% കുറയ്ക്കാൻ 35 വ്യാവസായിക രാജ്യങ്ങൾക്ക് ഇതിലൂടെ താക്കീത് നൽകിയിരുന്നു. പിന്നെ നമ്മൾ കഴിഞ്ഞിട്ട് വരുമ്പോൾ ആഗോളതാപനം ഭൂമിയിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. എന്താണെന്ന് നോക്കാം. ആഗോളതാപനം, ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുരുകുന്നതിലൂടെ സമുദ്ര ജലനിരപ്പ് ഉയരും കേട്ടോ. അപ്പോൾ എന്താണ്? ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുരുകുന്നതിലൂടെ സമുദ്ര ജലനിരപ്പ് ഉയരും. അതുപോലെ തന്നെ സമുദ്ര ആവാസ വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന നാശം, ഭക്ഷ്യ ദൗർലഭ്യവും വൻതോതിലുള്ള കുടിയേറ്റം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും. പിന്നെ ആവാസ വ്യവസ്ഥയിലെ പല സസ്യജാലങ്ങളുടെയും നാശത്തിന് വഴിതെളിക്കും. ഇതൊക്കെയാണ് ആഗോളതാപനം കൊണ്ട് വരുന്നത് കേട്ടോ. പിന്നെ ഭൂമിക്ക് കുടയായി ഓസോൺ എന്നൊക്കെ പറഞ്ഞിട്ട് കിടക്കുന്നുണ്ട്. അതിനകത്ത് ഓസോൺ ധ്രുവീകരണം പ്രത്യേക ഒരു ബോക്സായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒന്ന് വായിച്ചു നോക്കാം. അന്തരീക്ഷത്തിൽ ഏകദേശം 20 മുതൽ 50 കിലോമീറ്റർ വരെ ഉയരത്തിൽ സൂര്യരശ്മികളെ അൾട്രാവയലറ്റ് കിരണങ്ങൾ സാധാരണ ഓക്സിജൻ തന്മാത്രകളെ വിഘടിപ്പിക്കുന്നു. അപ്പോൾ എന്താണ്? ഓസോൺ ധ്രുവീകരണം എങ്ങനെയാണ്? അന്തരീക്ഷത്തിൽ ഏകദേശം 20 മുതൽ 50 കിലോമീറ്റർ വരെ ഉയരത്തിൽ സൂര്യരശ്മികളെ അൾട്രാവയലറ്റ് കിരണങ്ങൾ സാധാരണ ഓക്സിജൻ തന്മാത്രകളെ വിഘടിപ്പിക്കുന്നു. അങ്ങനെ ഏക അറ്റോമിക ഓക്സിജൻ തന്മാത്രകൾ രൂപപ്പെടുന്നു. ഏക അറ്റോമിക ഓക്സിജൻ തന്മാത്രകൾ സാധാരണ ഓക്സിജൻ തന്മാത്രകളോട് ചേർന്ന് 3 ആറ്റമുള്ള ഓസോൺ വാതകം രൂപം കൊള്ളുന്നു. ഈ പ്രക്രിയയാണ് ഓസോണീകരണം അഥവാ ഓസോണൈസേഷൻ എന്ന് പറയുന്നത്. ഈ രാസപ്രക്രിയയാണ് ചിത്രത്തിൽ നൽകിയിട്ടുള്ളത്. കണ്ടോ? കണ്ടോ? ഇതാണ് ഓസോൺ ഉണ്ടാകുന്നത്. പിന്നെ അൾട്രാവയലറ്റ് കിരണങ്ങൾ സൃഷ്ടിക്കുന്ന ദോഷഫലങ്ങൾ, ഇതൊക്കെ ചോദിക്കാൻ പരീക്ഷയ്ക്ക് ചാൻസ് കൂടുതലാണ്. അപ്പോൾ അൾട്രാവയലറ്റ് കിരണങ്ങൾ സൃഷ്ടിക്കുന്ന ദോഷഫലങ്ങൾ എന്തൊക്കെയാണ്? കാലാവസ്ഥാ മാറ്റം, ആഹാര ശൃംഖലയുടെ തകർച്ച, കൃഷിനാശം, സസ്യവളർച്ച മുരളിക്കൽ, അകാല വാർദ്ധക്യം, അതുപോലെ തന്നെ അന്ധത, നിശാതിമിരം, തൊലിപ്പുറത്തുണ്ടാകുന്ന ക്യാൻസർ കേട്ടോ. തൊലിപ്പുറത്തുണ്ടാകുന്ന ക്യാൻസർ. അതുപോലെ തന്നെ ഇതിനകത്ത് റെഫ്രിജറേറ്ററുകൾ, എയർ കണ്ടീഷണറുകൾ, വിവിധതരം സ്പ്രേകൾ, അഗ്നിശമന വാതകങ്ങൾ, പെയിൻറ്റ് തുടങ്ങിയവ ക്ലോറോഫ്ലൂറോ കാർബണുകളാണ് കേട്ടോ. ക്ലോറോഫ്ലൂറോ കാർബൺ, ഹാലോൺ തുടങ്ങിയ വാതകങ്ങളുടെ സ്രോതസ്സുകളാണ് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. പിന്നെ അതിനകത്ത് വരുന്നത് ഇതിൻ്റെ 40%. പിന്നെ വരുന്നത് മോൺട്രിയൽ പ്രോട്ടോക്കോൾ നമ്മൾ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. മോൺട്രിയൽ പ്രോട്ടോക്കോൾ എന്താണ്? ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന നിരവധി ഉൽപ്പന്നങ്ങളെ ഘട്ടമായി നിരോധിക്കുന്നതിനായുള്ള അന്താരാഷ്ട്ര ഉടമ്പടിയാണ് മോൺട്രിയൽ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. മോൺട്രിയൽ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് കേട്ടോ. ഓസോൺ പാളിയുടെ സംരക്ഷണത്തിനായി 1987 വിയന്നയിൽ നടന്ന ഉച്ചകോടിയുടെ ഭാഗമായാണ് ഈ ഉടമ്പടി വന്നത്. ഈ ഉടമ്പടിയുടെ നടപ്പിലാക്കലിലൂടെ അന്റാർട്ടിക് മുകളിലെ ഓസോൺ പാളിയുടെ ശോഷണം കുറയുന്നതായി തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ. മോൺട്രിയൽ പ്രോട്ടോക്കോൾ ഇപ്പോൾ നോക്കിയിട്ട് പോകണം. ബോക്സ് തന്നിട്ടുള്ളതാണ്, ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ എല്ലാ വർഷവും സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമായി ആചരിച്ചു വരുന്നു കേട്ടോ. അതും അറിയാമല്ലോ.
പിന്നെ അന്തരീക്ഷ ഘടനയെക്കുറിച്ച് പറയുന്നുണ്ട്. ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 90 കിലോമീറ്റർ ഉയരം വരെ വാതക സംരചന ഏറെക്കുറെ ഒരുപോലെയാണ്. അന്തരീക്ഷത്തിൻ്റെ ഈ ഭാഗത്തെ ഹോമോസ്ഫിയർ എന്ന് വിളിക്കുന്നു കേട്ടോ, ഹോമോസ്ഫിയർ എന്ന് വിളിക്കുന്നു. പിന്നെ നമ്മുടെ ഹോമോസ്ഫിയർ ഇത് നോക്കിയിട്ട് വേണം. തെർമോസ്ഫിയർ, മീസോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ ഒക്കെ നോക്കിയിട്ട് വേണം. അതിനകത്ത് നമുക്ക് ഓരോന്നും പഠിച്ചങ്ങ് പോകാം. അതിനകത്ത് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ട്രോപ്പോസ്ഫിയർ എന്താണ്? ട്രോപ്പോസ്ഫിയർ ഭൂമിയോട് ചേർന്ന് നിൽക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ്. ഏകദേശം 13 കിലോമീറ്റർ ഉയരം വരെ വ്യാപിച്ചിരിക്കുന്നു കേട്ടോ. സ്കൂൾ ടെസ്റ്റ് ആണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുമ്പോഴാണ് ഏറ്റവും താഴേക്കുന്നത്, നമ്മുടെ ഭൂമിയോട് തൊട്ട് താഴേക്കുന്നത്, അതായത് അടുത്തിരിക്കുന്നത്. അപ്പോൾ ട്രോപ്പോസ്ഫിയർ എന്താണ്? ഭൂമിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഈ അന്തരീക്ഷ മണ്ഡലം ഏകദേശം 13 കിലോമീറ്റർ, ഓർത്ത് വെച്ചോ, 13 കിലോമീറ്റർ ഉയരം വരെ വ്യാപിച്ചിരിക്കുന്നു. മധ്യരേഖാ പ്രദേശത്ത് വായു ചൂട് പിടിച്ച് ഉയരങ്ങളിലേക്ക് വ്യാപിക്കുന്നതിനാൽ ഇവിടെ ട്രോപ്പോസ്ഫിയറിന് കൂടുതൽ ഉയരമുണ്ട്, ഏകദേശം 18 കിലോമീറ്റർ വരെ കേട്ടോ. മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളെല്ലാം ഈ മണ്ഡലത്തിലാണ് സംഭവിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രോപ്പോസ്ഫിയറിലാണ് മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളെല്ലാം ട്രോപ്പോസ്ഫിയർ എന്ന് പറഞ്ഞ മണ്ഡലത്തിലാണ് സംഭവിക്കുന്നത് കേട്ടോ. ട്രോപ്പോസ്ഫിയർ ഏകദേശം 18 കിലോമീറ്റർ ഇതുണ്ട് കേട്ടോ, ഉയരമുണ്ട് ട്രോപ്പോസ്ഫിയറിന്. അതുപോലെ തന്നെ ഭൂമിയിൽ നിന്ന് 13 കിലോമീറ്റർ ഉയരം വരെ വ്യാപിച്ചിരിക്കുന്നു കേട്ടോ, അതുകൂടെ ഓർത്ത് വെച്ചേ. പിന്നെ ട്രോപ്പോസ്ഫിയർ ഓരോ 165 മീറ്റർ ഉയരത്തിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപം കുറഞ്ഞു വരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രോപ്പോസ്ഫിയർ ഓരോ 165 മീറ്റർ ഉയരത്തിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപം കുറഞ്ഞു വരുന്നു. ഇതിനെ ക്രമമായ താപനഷ്ട നിരക്ക്, അതായത് നോർമൽ ലാപ്സ് റേറ്റ് എന്ന് വിളിക്കുന്നു കേട്ടോ. പിന്നെ ഇതിന് ബോക്സ് തന്നിട്ടുണ്ട് സംക്രമണ മേഖലകൾ എന്ന് പറഞ്ഞു. സംക്രമണ മേഖലകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രധാന അന്തരീക്ഷ മണ്ഡലങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന അന്തരീക്ഷ ഭാഗങ്ങളെയാണ് സംക്രമണ മേഖലകൾ എന്ന് പറയുന്നത്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ എന്നീ മണ്ഡലങ്ങൾക്കായി യഥാക്രമം ട്രോപ്പോപാസ്, സ്ട്രാറ്റോപാസ്, മീസോപാസ് എന്നീ സംക്രമണ മേഖലകളും ഉണ്ട് കേട്ടോ, എന്ന് ഓർത്ത് വെച്ചാൽ. പിന്നെ ട്രോപ്പോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖലയെ ട്രോപ്പോപാസ് എന്ന് പറയും. അപ്പോൾ ട്രോപ്പോസ്ഫിയറിന് മേലുള്ള സംക്രമണ മേഖല എങ്ങനെ പറയുന്നു? ട്രോപ്പോപാസ് എന്ന് പറയുന്നു കേട്ടോ, ട്രോപ്പോപാസ് എന്ന് പറയുന്നു. പിന്നെ ബോക്സിൽ തന്നിട്ടുള്ള പിന്നെ അടുത്ത നമ്മൾ ട്രോപ്പോസ്ഫിയർ പഠിച്ചു. ട്രോപ്പോസ്ഫിയറിന് തൊട്ടുമേലുള്ള ആരാണ്? ട്രോപ്പോസ്ഫിയറിന് തൊട്ടുമേൽ സ്ട്രാറ്റോസ്ഫിയർ അല്ലേ? ട്രോപ്പോസ്ഫിയറിന് തൊട്ടുമേളി സ്ട്രാറ്റോസ്ഫിയർ കേട്ടോ. ട്രോപ്പോസ്ഫിയർ, ട്രോപ്പോപാസ്, അതിന് മേളി ആരാണ്? സ്ട്രാറ്റോസ്ഫിയർ അല്ലേ? അപ്പോൾ സ്ട്രാറ്റോസ്ഫിയർ എന്താണെന്ന് നോക്കാം. ട്രോപ്പോപാസിൽ തുടങ്ങി ഭൂമിയിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ ഉയരം വരെ വ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ എന്താണ് സ്ട്രാറ്റോസ്ഫിയർ? എന്താണ്? ട്രോപ്പോപാസിൽ തുടങ്ങി ഭൂമിയിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ ഉയരം വ്യാപിച്ചിരിക്കുന്നു. സ്ട്രാറ്റോസ്ഫിയറിൻ്റെ താഴ്ന്ന വിതാനങ്ങളിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനിലയിൽ മാറ്റം അനുഭവപ്പെടുന്നില്ല. ഈ മേഖലയെ സമതാപ മേഖല എന്നറിയപ്പെടുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രാറ്റോസ്ഫിയറിൻ്റെ താഴ്ന്ന വിതാനങ്ങളിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനിലയിൽ മാറ്റം അനുഭവപ്പെടുന്നില്ല. ഈ മേഖലയെ സമതാപ മേഖല എന്നറിയപ്പെടുന്നു. ഓസോൺ പാളി ഹാനികരങ്ങളായ അൾട്രാവയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്ത് ഭൂമിയിൽ എത്താതെ നിയന്ത്രിക്കുന്നു. അപ്പോൾ എന്താണ്? ഓസോൺ പാളി ഹാനികരങ്ങളായ അൾട്രാവയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്ത് ഭൂമിയിൽ എത്താതെ നിയന്ത്രിക്കുന്നു. തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയും വായു അറകളുടെ അസാന്നിധ്യവും കൊണ്ട് ജെറ്റ് വിമാനങ്ങളുടെ സുഗമമായ സഞ്ചാരം സാധ്യമാക്കുന്നു. അപ്പം ജെറ്റ് വിമാനങ്ങളുടെ സഞ്ചാര സാന്ദ്രത എവിടെയാണ് നടക്കുന്നത്? സ്ട്രാറ്റോസ്ഫിയറിലാണ്, ഓർത്ത് വെച്ചോണേ. പിന്നെ സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖല അറിയപ്പെടുന്നതാണ് സ്ട്രാറ്റോപാസ് കേട്ടോ. സ്ട്രാറ്റോസ്ഫിയറിന് മേളിൽ സ്ട്രാറ്റോപാസ്. അടുത്ത നമ്മുടെ മീസോസ്ഫിയർ ആണ് കേട്ടോ. സ്ട്രാറ്റോസ്ഫിയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ആരാണ്? മീസോസ്ഫിയർ ആണ്. മീസോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിയിൽ നിന്ന് 50 മുതൽ 80 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്ന സ്ഥലമാണ് മീസോസ്ഫിയർ എന്ന് പറഞ്ഞാൽ. ഭൂമിയിൽ നിന്ന് 50 മുതൽ 80 കിലോമീറ്റർ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 50 മുതൽ 80 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്നു. ഉയരത്തിനനുസരിച്ച് താപം കുറഞ്ഞു വരുന്നു കേട്ടോ. ഉയരത്തിനനുസരിച്ച് താപം കുറഞ്ഞു വരുന്നു. അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില മീസോപാസിൽ അനുഭവപ്പെടുന്നു. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉയരത്തിനനുസരിച്ച് താപം കുറഞ്ഞു വരുന്നു. അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില മീസോപാസിൽ അനുഭവപ്പെടുന്നു. ഏകദേശം -80 ഡിഗ്രി സെൽഷ്യസ് മുതൽ -100 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. ഉൽക്കകൾ മീസോസ്ഫിയറിൽ പ്രവേശിക്കുന്നതിലൂടെ ഹർഷണത്താൽ കത്തിച്ചാരമാകുന്നു കേട്ടോ. അപ്പോൾ ഉൽക്കകൾ മീസോസ്ഫിയറിൽ പ്രവേശിക്കുന്നതിലൂടെ ഹർഷണത്താൽ കത്തിച്ചാരമാകുന്നു. മീസോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖലയെ പറയുന്ന പേരാണ് മീസോപാസ് കേട്ടോ. മീസോസ്ഫിയറിന് മുകളിൽ മീസോപാസ് കേട്ടോ. അടുത്ത നമ്മുടെ തെർമോസ്ഫിയർ ആണ്. തെർമോസ്ഫിയർ എന്ന് പറയുമ്പോൾ ഏകദേശം 80 മുതൽ 600
കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്നു. തെർമോസ്ഫിയർ എന്താണ്? കണ്ടോ, ഏറ്റവും മേളിൽ വരുന്നത് കണ്ടോ തെർമോസ്ഫിയർ കേട്ടോ. അപ്പോൾ എന്താണ് നോക്കാം നമുക്ക്. തെർമോസ്ഫിയർ എന്താണ്? ഏകദേശം 80 മുതൽ 600 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്നു തെർമോസ്ഫിയർ. ഏറ്റവും മുകളിൽ ഇരിക്കുന്നത്. ഉയരം തോറും താപനില ഗണ്യമായി വർദ്ധിക്കുന്നു. ഉയരം തോറും താപനില ഗണ്യമായി വർദ്ധിക്കുന്നു. തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗത്തെ അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നു കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗത്തെ അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നു. അയണോസ്ഫിയർ റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗത്തെ വിളിക്കുന്ന പേരാണ് അയണോസ്ഫിയർ. തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗത്തെ വിളിക്കുന്ന പേരാണ് അയണോസ്ഫിയർ. അയണോസ്ഫിയർ റേഡിയോ പരിപാടികളുടെ ദീർഘദൂര സംരക്ഷണം സാധ്യമാക്കുന്നു. അപ്പോൾ അയണോസ്ഫിയർ എന്താണ്? റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നു. റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്ന എവിടെയാണ്? അയണോസ്ഫിയർ ആണ്. അപ്പോൾ അയണോസ്ഫിയർ എന്താണെന്ന് ബോക്സിൽ തന്നിട്ടുണ്ട് കുറച്ചുകൂടെ. അപ്പോൾ അതോടെ നമുക്ക് നോക്കിയിട്ട് പോകാം. അന്തരീക്ഷത്തിൻ്റെ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ അൾട്രാവയലറ്റ്സ്, എക്സ്റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികൾ വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്നു. ഈ പ്രക്രിയയെ അയോണീകരണം എന്നും ഈ മണ്ഡലത്തെ അയണോസ്ഫിയർ എന്നും വിളിക്കുന്നു കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ പറയാം. അന്തരീക്ഷത്തിൻ്റെ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ അൾട്രാവയലറ്റ്, എക്സ്റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികൾ വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്നു. ഈ പ്രക്രിയയെ അയോണീകരണം എന്നും ഈ മണ്ഡലത്തെ വിളിക്കുന്ന പേരാണ് അയണോസ്ഫിയർ എന്നും വിളിക്കുന്നു. അയോണുകൾക്ക് വൈദ്യുതിയെ കടത്തിവിടാൻ കഴിയും കേട്ടോ. അയോണുകൾക്ക് വൈദ്യുതിയെ കടത്തിവിടാൻ കഴിയും. അതുപോലെ തന്നെ റേഡിയോ തരംഗങ്ങൾ വൈദ്യുത കാന്തിക തരംഗങ്ങളായതിനാൽ ഈ മേഖല റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നു കേട്ടോ. നമ്മൾ പഠിച്ചാണ് പ്രക്ഷേപണം സാധ്യമാക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ഒരു മാർക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ അന്തരീക്ഷം ജീവൻ്റെ പുതപ്പ് എന്ന് അത് സംരക്ഷിക്കേണ്ടത് എൻ്റെ കടമ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അന്തരീക്ഷം തന്നിട്ടുണ്ട്. ഹരിതഗ്രഹ പ്രവാഹം, ആഗോളതാപനം, അന്തരീക്ഷ ഘടന തന്നിട്ടുണ്ട്. അന്തരീക്ഷ ഘടനയാണ് നമ്മൾ പഠിച്ചത്. എന്താണ്? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ ആ ചാപ്റ്റർ അത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ ചാപ്റ്ററിൻ്റെ എല്ലാ പോയിൻറ്റും പറഞ്ഞിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം ഏത്? അപ്പോൾ താഴെ പറയുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ ഏതാണ് വരുന്നത്? അഗുൾഹാസ് പ്രവാഹമാണ്. ഓപ്ഷൻ ഡി, അഗുൾഹാസ് പ്രവാഹം കേട്ടോ. ഇത് വന്നിരിക്കുന്നത് നമ്മുടെ 9ാം ക്ലാസ്സിലെ സമുദ്രവും മനുഷ്യനും എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നാണ്. 9ാം ക്ലാസ്സിലെ സമുദ്രവും മനുഷ്യനും എന്ന് പറഞ്ഞ SCRT ചാപ്റ്ററിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് അതെന്താണെന്ന് നോക്കാം. നമുക്ക് 9ാം ക്ലാസ്സിലെ 9ാം ക്ലാസ്സിലെ സമുദ്രവും മനുഷ്യനും എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പം എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഭൂഗോള വിസ്തൃതിയുടെ ഏതാണ്ട് 71% ജലഭാഗമാണ് കേട്ടോ. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഭൂഗോള വിസ്തൃതിയുടെ ഏതാണ്ട് 71% ജലഭാഗമാണ്. കഷ്ടിച്ച് 29% മാത്രമാണ് കരഭാഗമുള്ളത്. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോ. ഭൂഗോള വിസ്തൃതിയുടെ ഏതാണ്ട് 71% ജലമാണ്. കഷ്ടിച്ച് 29% മാത്രമാണ് കരഭാഗമുള്ളത്. പിന്നെ നമ്മൾ സമുദ്രങ്ങൾ ഏതൊക്കെയാണ്? പസഫിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ സമുദ്രം, ആർട്ടിക് സമുദ്രം, അന്റാർട്ടിക് സമുദ്രം എന്നിവയാണ് നമ്മുടെ പ്രധാന സമുദ്രങ്ങളായിട്ട് വരുന്നത്. പിന്നെ മുകളിൽ സൂചിപ്പിച്ച ഓരോ സമുദ്രവും അനേകം കടലുകളും ഉൾക്കടലുകളും കടലിടുക്കുകളും മറ്റും ചേർന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ 3 വശങ്ങൾ കരയാൽ ചുറ്റപ്പെട്ടതാണ് ഉൾക്കടൽ കേട്ടോ. ഓർത്ത് വെച്ചോണേ. 3 വശങ്ങൾ കരയാൽ ചുറ്റപ്പെട്ടതാണ് ഉൾക്കടൽ. 2 കരകൾക്കിടയിലെ ഇടുങ്ങിയ സമുദ്രഭാഗമാണ് കടലിടുക്ക് കേട്ടോ. 2 കരകൾക്കിടയിലെ ഇടുങ്ങിയ സമുദ്രഭാഗമാണ് കടലിടുക്ക് കേട്ടോ. സമുദ്രത്തിൻ്റെ കരയോട് ചേർന്ന ഭാഗമാണ് പൊതുവെ കടൽ എന്ന് പറയുന്നത് കേട്ടോ. സമുദ്രത്തിൻ്റെ കരയോട് ചേർന്ന ഭാഗമാണ് പൊതുവെ കടൽ എന്ന് പറയുന്നത്. അറബിക്കടൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗമാണ് കേട്ടോ. ലോക സമുദ്രങ്ങൾ ഒറ്റ നോട്ടത്തിൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 മാർക്ക് ഷുവർ ആണ് ഈ പോയിന്റിൽ നിന്ന്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാം. ലോക സമുദ്രങ്ങൾ ഒറ്റ നോട്ടത്തിൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 മാർക്ക് ഉറപ്പിച്ചു. പസഫിക് സമുദ്രത്തിൻ്റെ ആകെ വിസ്തൃതി എന്ന് പറയുന്നത് 165.2 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പസഫിക് സമുദ്രത്തിൻ്റെ ആകെ വിസ്തീർണം എത്രയാണ്? 165.2 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ശരാശരി ആഴം എന്ന് പറയുന്നത് 4280 മീറ്ററും ഏറ്റവും കൂടിയ ആഴം എന്ന് പറഞ്ഞാൽ 11034 മീറ്ററുമാണ് കേട്ടോ. പിന്നെ ഏറ്റവും ആഴം കൂടിയ ഭാഗത്തിൻ്റെ പേരാണ് ചലഞ്ചർ ഗർത്തം എന്നറിയപ്പെടുന്നത് കേട്ടോ. PSC സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ചലഞ്ചർ ഗർത്തം. ഏറ്റവും ആഴം കൂടിയ ഭാഗമായ ചലഞ്ചർ ഗർത്തം ഏത് സമുദ്രത്തിലാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പസഫിക് സമുദ്രത്തിലാണ് ചലഞ്ചർ ഗർത്തം ഉള്ളത്. നോട്ട് ചെയ്ത് വെച്ചു.
അടുത്തത് അറ്റ്ലാന്റിക് സമുദ്രം. അറ്റ്ലാന്റിക് സമുദ്രം എന്ന് പറയുമ്പം അതിൻ്റെ ആകെ വിസ്തൃതി എന്ന് പറഞ്ഞാൽ 82.4 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് ആകെ വിസ്തൃതി വരുന്നത്. ശരാശരി ആഴം എന്ന് പറയുമ്പോൾ 3700 മീറ്ററും കൂടിയ ആഴം എന്ന് പറയുന്നത് 8618 മീറ്ററുമാണ് കേട്ടോ. പിന്നെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് പ്ലൂറിറ്റോറിക്കോ ഗർത്തം കേട്ടോ. പ്ലൂറിറ്റോറിക്കോ ഗർത്തം കേട്ടോ. ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് പ്ലൂറിറ്റോറിക്കോ ഗർത്തം. അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് വരുന്നത്. നീണ്ട ആകൃതിയിലാണ് ഈ സമുദ്രം കേട്ടോ. അപ്പം നീണ്ട ആകൃതിയിലുള്ള സമുദ്രം ഏതാണ്? അറ്റ്ലാന്റിക് സമുദ്രമാണ്. സമുദ്രത്തിൻ്റെ മധ്യഭാഗത്തായി ഏകദേശം 14,000 കിലോമീറ്റർ നീളത്തിൽ ഒരു പർവ്വതനിരയുണ്ട് കേട്ടോ. അപ്പോൾ സമുദ്രത്തിൻ്റെ മധ്യഭാഗത്തായി ഏകദേശം 14,000 കിലോമീറ്റർ നീളത്തിൽ ഒരു പർവ്വതനിരയുണ്ട്. ഇത് മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര എന്നറിയപ്പെടുന്നു. അപ്പോൾ മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര ഏത് സമുദ്രത്തിലാണുള്ളത്? അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. അടുത്ത നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഇന്ത്യൻ മഹാസമുദ്രം ആകെ വിസ്തൃതി എങ്ങനെയാണ് വരുന്നത്? 73.4 ചതുരശ്ര ലക്ഷം കിലോമീറ്ററാണ് വരുന്നത് ആകെ വിസ്തൃതി കേട്ടോ. 73.4 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് ഇന്ത്യൻ സമുദ്രത്തിൻ്റെ ആകെ വിസ്തൃതി. ശരാശരി ആഴം എന്ന് പറയുമ്പോൾ 3760 മീറ്ററാണ്. ഏറ്റവും ആഴം കൂടിയ ഭാഗമായ വാർട്ടൺ ഗർത്തിന് 7725 മീറ്റർ ആഴമുണ്ട്. അപ്പോൾ വാർട്ടൺ ഗർത്ത് കേട്ടോ. വാർട്ടൺ ഗർത്ത് എന്ന് പറഞ്ഞ ഏറ്റവും ആഴം കൂടിയ ഭാഗം വരുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. വാർട്ടൺ ഗർത്ത് കേട്ടോ, മറക്കല്ലേ. അടുത്തത് ആർട്ടിക് സമുദ്രം. സമുദ്രങ്ങളിൽ വെച്ച് ഏറ്റവും ചെറിയ സമുദ്രമാണ് ആർട്ടിക് സമുദ്രം. വിസ്തൃതി എന്ന് പറയുമ്പോൾ 14.09 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് ആർട്ടിക് സമുദ്രത്തിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത്. ഏറ്റവും കൂടിയ ആഴം വരുന്നത് ആർട്ടിക് സമുദ്രത്തിൽ 5180 മീറ്ററാണ്. 5180 മീറ്ററാണ്. പിന്നെ അന്റാർട്ടിക് സമുദ്രം എന്ന് പറയുമ്പോൾ സമുദ്രോപരിതലം മഞ്ഞുകട്ടകളാൽ മൂടപ്പെട്ടിരിക്കുന്നു കേട്ടോ. അന്റാർട്ടിക് സമുദ്രത്തിൽ സമുദ്രോപരിതലം മഞ്ഞുകട്ടകളാൽ മൂടപ്പെട്ടിരിക്കുന്നു. ദക്ഷിണ സമുദ്രം എന്നറിയപ്പെടുന്നത് ഏതാണ്? അന്റാർട്ടിക് സമുദ്രമാണ് ദക്ഷിണ സമുദ്രം. പിന്നെ ആകെ വിസ്തൃതി വെറും 32 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് കേട്ടോ. അപ്പോൾ അന്റാർട്ടിക് സമുദ്രം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ദക്ഷിണ സമുദ്രം എന്നാണ്. എല്ലാം നോട്ട് ചെയ്തിട്ട് വേണം. ഇതിനകത്തു നിന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അടുത്ത നമ്മൾ ദ്വീപുകളും ഉപദ്വീപുകളുമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഏതൊക്കെയാണെന്ന് നോക്കാം. ശ്രീലങ്ക, ജപ്പാൻ, ഫിലിപ്പൈൻസ് ഇന്ത്യൻ ഉപദ്വീപുകളാണ്. ദ്വീപുകളും ഉപദ്വീപുകൾ. അപ്പോൾ ശ്രീലങ്ക, ജപ്പാൻ, ഫിലിപ്പൈൻസ് എന്നൊക്കെ പറയുന്ന ദ്വീപുകൾ ഇന്ത്യൻ ഉപദ്വീപുകളിൽ പെടുന്നതാണ്. പിന്നെ മഡഗാസ്കർ, മാലിദ്വീപ്, വിക്ടോറിയ ദ്വീപുകൾ അറേബ്യൻ ഉപദ്വീപിൽ പെടുന്നതാണ് കേട്ടോ. അറേബ്യൻ ദ്വീപുകളും ഉപദ്വീപുകളുടെ പേരുകളാണ് താഴെ ചില പട്ടികയിൽ. അവ സ്ഥിതി ചെയ്യുന്ന ഏത് നോക്കിയാൽ മതി കേട്ടോ. അത് ജസ്റ്റ് ദ്വീപുകൾ ഏതൊക്കെയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ദ്വീപുകളും ഉപദ്വീപുകൾ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഉപദ്വീപ്, അറേബ്യൻ ഉപദ്വീപ്, അലാസ്ക ഉപദ്വീപ്, ലാബ്രഡോർ ഉപദ്വീപ്, സ്കാൻഡിനേവിയൻ ഉപദ്വീപുകൾ കേട്ടോ. പിന്നെ അതിനകത്ത് താഴോട്ട് വരുമ്പോൾ നമ്മളെ പഠിക്കേണ്ടതായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കേണ്ടതായിട്ട് വരുന്നത് സമുദ്രജല ലവണത്വം 33 അതൊന്നും നോക്കേണ്ടതായിട്ട് വരത്തില്ല. പിന്നെ ഇത് ലവണത്വത്തിൻ്റെ ഏറ്റക്കുറച്ചിലിന് കാരണമാകുന്ന സാഹചര്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ചോദിക്കാമേ. ലവണത്വത്തിൻ്റെ ഏറ്റക്കുറച്ചിലിന് കാരണമാകുന്ന സാഹചര്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ്? കരയാൽ ചുറ്റപ്പെട്ട കടൽ ഭാഗങ്ങളിൽ ലവണത്വം കൂടുതലായിരിക്കും. ഉയർന്ന അളവിൽ ബാഷ്പീകരണം നടക്കുന്ന പ്രദേശങ്ങളിൽ ലവണത്വം കൂടുന്നു. പിന്നെ ഉയർന്ന അളവിൽ മഞ്ഞുരുകി ജലം എത്തുന്ന സമുദ്രങ്ങളിൽ ലവണത്വം കുറയുന്നു. ധാരാളം നദികൾ വന്നു ചേരുന്ന സമുദ്രഭാഗങ്ങളിൽ ലവണത്വം കുറയുന്നു. ഉയർന്ന അളവിൽ മഴ ലഭിക്കുന്നത് ലവണത്വം കുറയുന്നതിന് ഇടയാക്കുന്നു. പിന്നെ സമുദ്രജല ചലനങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തിരമാലകൾ, വേലികൾ, ജലപ്രവാഹങ്ങൾ, അതായത് വേവ്സ്, ടൈഡ്സ്, ഓഷ്യൻ കറൻസ് ആണ്. അപ്പോൾ നമുക്കത് നോക്കാം. തിരമാലകൾ നോക്കാം. തിരമാലകളിനകത്ത് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത് കടലോരങ്ങളിൽ തിരമാലകൾ നിയന്ത്രിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്നാണ് പറയുന്നത്. കടലോരങ്ങളിൽ പാറകൾ നിക്ഷേപിക്കൽ, പുലിമുട്ടുകൾ നിർമ്മിക്കൽ, കണ്ടൽക്കാടുകൾ വെച്ച് പിടിപ്പിക്കൽ കേട്ടോ. പിന്നെ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ചാകര എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ജസ്റ്റ് നോക്കിയാൽ ബോക്സിൽ തന്നിട്ടുണ്ട്. ചാകര എന്ന് പറഞ്ഞാൽ മൺസൂൺ കാലത്തിൻ്റെ ആരംഭത്തിലോ അവസാനത്തിലോ അറബിക്കടലിൽ രൂപം കൊള്ളുന്ന പ്രതിഭാസമാണ് ചാകര എന്ന് പറയുന്നത്. ചെളി അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന ചിറകളിലെ കലക്കവെള്ളത്തിൽ പ്ലവകങ്ങളും ചെളിയും ഭക്ഷിക്കാൻ ചെമ്മീൻ, മത്തി, അയല മുതലായ
മുതലായ മത്സ്യങ്ങൾ കൂട്ടം കൂടി എത്തുന്നു. ഈ പ്രതിഭാസമാണ് ചാകര എന്ന് പറഞ്ഞത്. ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. പിന്നെ വേലികൾ എന്ന് പറഞ്ഞു, വേലിയിറക്കം വേലിയേറ്റവും ഒക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. വേലികൾ ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ സമുദ്രജലപ്പിലുണ്ടാകുന്ന ഉയർച്ചയും താഴ്ചയുമാണ് വേലികൾ എന്ന് പറയുന്നത് കേട്ടോ. വേലികൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ജസ്റ്റ് നോക്കാം. ചന്ദ്രൻ ഭൂമിയിൽ ചെലുത്തുന്ന ആകർഷണ ബലത്തിൻ്റെ ഫലമായി ഈ ഭാഗത്തെ ജലനിരപ്പ് ഉയർന്നു വേലിയേറ്റം ഉണ്ടാകുന്നു കേട്ടോ. അപ്പോൾ ചന്ദ്രൻ അഭിമുഖമായി ഭൂമിയുടെ ഭാഗത്തെ ജലനിരപ്പ് ഉയർന്നു. ചന്ദ്രൻ ഭൂമിയിൽ ചെലുത്തുന്ന ആകർഷണ ബലത്തിൻ്റെ ഭാഗമായി ഈ ഭാഗത്തെ ജലനിരപ്പ് ഉയർന്നു വേലിയേറ്റം ഹൈടൈഡ് ഉണ്ടാകുന്നു. ചന്ദ്രന് പ്രതിമുഖമായ ഭാഗത്തെ ജലനിരപ്പ് ഉയർന്നതായി കാണുന്നില്ലേ? ഈ ഭാഗത്തെ ജലനിരപ്പ് ഉയരുന്നതിന് കാരണമായ ഘടകം ഭൂമിയുടെ ഭ്രമണ ഫലമായുള്ള അപകേന്ദ്ര ബലമാണ് കേട്ടോ. അപകേന്ദ്ര ബലമാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. വേലിയേറ്റങ്ങൾക്ക് വിധേയമാകുന്ന സ്ഥലങ്ങൾക്ക് 90 ഡിഗ്രി അകലെയുള്ള പ്രദേശങ്ങളിൽ ജലനിരപ്പ് താഴുന്നതായി കാണാം. ഈ പ്രദേശങ്ങളിലെ ജലം വേലിയേറ്റ പ്രദേശങ്ങളിലേക്ക് ഒഴുകിപ്പോകുന്നതിനാൽ ഇവിടെ ജലനിരപ്പ് താഴ്ന്നു. ജലനിരപ്പ് താഴുന്ന ഈ പ്രതിഭാസമാണ് വേലിയിറക്കം കേട്ടോ. ജലനിരപ്പ് താഴുന്ന ഈ പ്രതിഭാസമാണ് വേലിയിറക്കം അഥവാ ലോ ടൈഡ് എന്ന് പറയുന്നത് കേട്ടോ. വേലികൾക്ക് ചന്ദ്രൻ്റെ ആകർഷണബലം മാത്രമല്ല കാരണമാകുന്നത്. സൂര്യൻ ഭൂമിയിൽ ചെലുത്തുന്ന ആകർഷണ ബലവും വേലികൾക്ക് കാരണമാകുന്നു. സൂര്യനെ അപേക്ഷിച്ച് ചന്ദ്രന് വലിപ്പം കുറവാണെങ്കിലും ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതിനാൽ ചന്ദ്രൻ ഭൂമിയിൽ ചെലുത്തുന്ന ആകർഷണബലം സൂര്യൻ ചെലുത്തുന്ന ആകർഷണബലത്തെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോ. പിന്നെ വാവു വേലികളും സപ്തമി വേലികളും എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. വാവു വേലികളും സപ്തമി വേലികൾ എന്ന് പറഞ്ഞിട്ട് ഇതിനെ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഓരോ മാസത്തിലും അമാവാസി അതായത് കറുത്തവാവ് ദിവസത്തിലും പൗർണമി എന്ന് പറഞ്ഞാൽ വെളുത്തുവാവ് കേട്ടോ. ഓരോ മാസത്തിലും അമാവാസി ദിവസത്തിലും പൗർണമി ദിവസത്തിലും സൂര്യനും ചന്ദ്രനും നേർരേഖയിൽ വരുന്നു. ഈ ദിവസങ്ങളിൽ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ആകർഷണ ശക്തി കൂടുതലായിരിക്കും. തന്മൂലം മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് ശക്തമായ വേലിയേറ്റം ഉണ്ടാകുന്നു. ഇത്തരം വേലിയേറ്റങ്ങളെയാണ് വാവു വേലികൾ എന്ന് വിളിക്കുന്നത് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വാവു വേലികൾ എന്ന് വിളിക്കുന്നത്. അതായത് സ്പ്രിംഗ് ടൈഡ്സ് എന്ന് വിളിക്കുന്നത്. അമാവാസി പൗർണമി എന്നീ ദിവസങ്ങൾക്ക് ശേഷം 7 ദിവസം കഴിയുമ്പോൾ സൂര്യനും ഭൂമിയും ചന്ദ്രനും 90 ഡിഗ്രി കോണീയ അകലങ്ങളിൽ എത്തുന്നു. ഈ ദിവസങ്ങളിലെ സൂര്യനും ചന്ദ്രനും ഭൂമിയെ 90 ഡിഗ്രി കോണീയ അകലങ്ങളിൽ നിന്ന് ആകർഷിക്കുന്നതിന് വളരെ ദുർബലമായ വേലികളാണ് ഉണ്ടാകുന്നത്. ദുർബലമായ ഇത്തരം വേലികളെ പറഞ്ഞാണ് സപ്തമി വേലികൾ, അതായത് നീപ് ടൈഡ്സ് എന്ന് പറയുന്നു. സപ്തമി വേലികളെ സൂചിപ്പിക്കുന്ന ചിത്രം കേട്ടോ. അപ്പോൾ ഇനി വേലികൾ സൃഷ്ടിക്കുന്ന ഫലങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേലിയേറ്റവും വേലിയിറക്കവും ഒട്ടേറെ ഫലങ്ങളാണ് സൃഷ്ടിക്കുന്നത്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വേലികൾ സൃഷ്ടിക്കുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തുറമുഖങ്ങളിലും സമുദ്രതീരങ്ങളിലും നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ള മാലിന്യങ്ങൾ സമുദ്രത്തിൻ്റെ ഉൾഭാഗങ്ങളിലേക്ക് നീക്കം ചെയ്യപ്പെടുന്നു. ശക്തമായ വേലികളുടെ ഫലമായി നദീമുഖങ്ങളിൽ ഡെൽറ്റകൾ രൂപം കൊള്ളുന്നതിന് തടസ്സപ്പെടുന്നു. വേലിയേറ്റ സമയങ്ങളിൽ ഉപ്പളങ്ങളിൽ കടൽ വെള്ളം കയറ്റാൻ കഴിയുന്നു. മീൻപിടുത്തത്തിനായി കടലിലേക്ക് കട്ടമരങ്ങളിൽ പോകുന്നതിനും വരുന്നതിനും കഴിയുന്നു. പിന്നെ വേലിയേറ്റ ശക്തിയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ആഴം കുറഞ്ഞ തുറമുഖ ഭാഗങ്ങളിലേക്ക് കപ്പൽ അടുപ്പിക്കുന്നത് വേലിയേറ്റ സന്ദർഭങ്ങളിലാണ് കേട്ടോ. പിന്നെ സമുദ്ര ജലപ്രവാഹങ്ങളിൽ ഒന്നൊരു ടോപ്പിക് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്റർ വരുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ബാക്കിയുള്ള ഇന്ത്യൻ ജലപ്രവാഹങ്ങളെക്കുറിച്ച് കാണാം. പിന്നെ ഗ്രാൻഡ് ബാക്സ് സമുദ്ര ജലപ്രവാഹത്തിൻ്റെ ഫലങ്ങൾ തന്നിട്ടുണ്ട്, അതൊന്ന് നോക്കാം. സമുദ്ര ജലപ്രവാഹങ്ങളുടെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സമുദ്ര തീരപ്രദേശങ്ങളിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നു. ഉഷ്ണ ശീത ജലപ്രവാഹങ്ങൾ സന്ധിക്കുന്ന പ്രദേശങ്ങളിൽ മൂടൽമഞ്ഞ് ഉണ്ടാകുന്നു. ഉഷ്ണ ശീത ജലപ്രവാഹങ്ങൾ സന്ധിക്കുന്ന പ്രദേശങ്ങളിൽ മത്സ്യങ്ങളുടെ വളർച്ചയ്ക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. പിന്നെ ഗ്രാൻഡ് ബാക്സ് എന്ന് പറഞ്ഞിട്ട് ബോക്സ് തന്നിട്ടുണ്ട്. ഗ്രാൻഡ് ബാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോകത്തിലെ പ്രധാന മത്സ്യബന്ധന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഗ്രാൻഡ് ബാക്സ്. അതെവിടെയാണ് വരുന്നത് നോക്കാം. വടക്കേ അമേരിക്കയുടെ കിഴക്ക് ന്യൂ ഫൗണ്ട് ലാൻഡിൻ്റെ തീരത്താണ് ഗ്രാൻഡ് ബാക്സ് സ്ഥിതി ചെയ്യുന്നത്. ഗൾഫ് സ്ട്രീം ഉഷ്ണജലപ്രവാഹവും ലാബ്രഡോർ ശീതജലപ്രവാഹവും സന്ധിക്കുന്നതിനാലാണ് ഇവിടെ മത്സ്യവളർച്ചയ്ക്ക് ആവശ്യമായ സാഹചര്യം രൂപപ്പെടുന്നു. മാത്രമല്ല ലാബ്രഡോർ പ്രവാഹം മത്സ്യാഹാരമായ പ്ലവകങ്ങളുടെ വളർച്ചയ്ക്ക് സഹായമായതിനാൽ ധാരാളം മത്സ്യങ്ങളെ ഈ മേഖലയിലേക്ക് ആകർഷിക്കുന്നു കേട്ടോ. പിന്നെ കാലാവസ്ഥ ധാതു നിക്ഷേപങ്ങൾ വൈദ്യുതി ഉൽപ്പന്നം ഇനി എന്താ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നോക്കാം. കടൽവെള്ളത്തിൽ നിന്ന് കുടിവെള്ളം. കടൽവെള്ളം ശുദ്ധീകരിക്കാനുള്ള മാർഗ്ഗങ്ങൾ
തന്നിട്ടുണ്ട് കേട്ടോ. ലവണജലത്തിൽ നിന്ന് ജലം വേർതിരിക്കൽ, സേചന, ബാഷ്പീകരണ, സാന്ദ്രീകരണം എന്നീ മാർഗ്ഗങ്ങളിലൂടെ. പിന്നെ ലവണജലത്തിൽ നിന്ന് ലവണം വേർതിരിക്കൽ എങ്ങനെയാണ്? ഇലക്ട്രോഡയലൈസിസ്, വിപരീത ഓസ്മോസിസ് എന്നീ മാർഗ്ഗങ്ങളിലൂടെയാണ്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. സമുദ്രങ്ങൾ മനുഷ്യന് നൽകുന്ന മറ്റു പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മത്സ്യബന്ധനം, മത്സ്യ സംസ്കരണം, മത്സ്യവിപണനം പോലുള്ള മേഖലകളിൽ ധാരാളം തൊഴിൽ സാധ്യതകൾ പ്രദാനം ചെയ്യുന്നു. വിനോദസഞ്ചാര സാധ്യതകൾ, ഭാരമേറിയ വസ്തുക്കൾ ചിലവ് കുറഞ്ഞ മാർഗ്ഗങ്ങളിലൂടെ വൻകരകളിൽ നിന്ന് വൻകരകളിലേക്ക് കൊണ്ടുപോകാൻ സമുദ്ര ഗതാഗതം പ്രയോജനപ്രദമാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ടോപ്പിക്കിൽ വരുന്നത്. ഈ 9ാം ക്ലാസ്സിലെ ടെസ്റ്റ് പഠിക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണെന്ന് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ കൂളംകുളത്ത് ഒരു ഭൗമ താപോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്നു. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അതുപോലെ തന്നെ ഏതാണ്? ഗുജറാത്തിൻ്റെ തലസ്ഥാനം അഹമ്മദാബാദാണ്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഗുജറാത്തിൻ്റെ ഏതാണ്? ഗാന്ധിനഗറിലെ. അപ്പോൾ അടുത്ത ഏതാണ്? സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് വരുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? 1, 4 ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. 1, 4 ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി അല്ലേ വരുന്നത്. 1, 4 ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻസ് നമ്മുടെ SCRT ടെസ്റ്റുമായിട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ 10ാം ക്ലാസ്സിലെ ഋതുഭേദങ്ങളും സമയവും അതുപോലെ തന്നെ വൈവിധ്യങ്ങളുടെ ഇന്ത്യൻ ഭൂമിശാസ്ത്രം എന്നീ 3 ചാപ്റ്ററുകൾ നമുക്ക് നോക്കിയിട്ട് വരാം. ആ 3 ചാപ്റ്ററിൽ നിന്നാണ് ഈ ഒരു ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നോക്കാം. ഫസ്റ്റ് തന്നെ ഏതാണ് വന്നിരിക്കുന്നത്? വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്താണെന്ന് നോക്കാം. നമുക്ക് വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ആ ചാപ്റ്റർ നോക്കാം. ഒരു മിനിറ്റ്. വൈവിധ്യങ്ങളുടെ ഇന്ത്യ കേട്ടോ. വൈവിധ്യങ്ങളുടെ ഇന്ത്യ. അപ്പം നമുക്കറിയാം ഇന്ത്യയുടെ സ്ഥാനം എങ്ങനെയാണ്? അക്ഷാംശം 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക് വരയ്ക്കാണ് അക്ഷാംശം വരുന്നത്. രേഖാംശരേഖ 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക് വരെയാണ്. പിന്നെ ഇന്ത്യൻ ഉപദ്വീപ് എന്ന് പറഞ്ഞാൽ എന്താണ്? 3 വശങ്ങളും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂവിഭാഗമാണ് ഉപദ്വീപ് എന്ന് പറയുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കുഭാഗം സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കാണപ്പെടുന്നതിനാൽ ഈ ഭാഗം ഇന്ത്യൻ ഉപദ്വീപ് എന്നറിയപ്പെടുന്നു. ആ ചാപ്റ്ററിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള ഹിമവൽ ഭൂവിൽ എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്. അത് അതിനകത്ത് തന്നെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പാമീർ പീഠഭൂമി. പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് പാമീർ പീഠഭൂമി എന്തുവാണ്. അപ്പോൾ പാമീർ പീഠഭൂമി എന്ന് പറയുന്നത് ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പീഠഭൂമിയാണ് പാമീർ പീഠഭൂമി. പ്രീവിയസ് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എന്താണ് പാമീർ പീഠഭൂമി? എവിടെയാണെന്ന് നോക്കാം. മധ്യ ഏഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന പാമീർ പീഠഭൂമി അറിയപ്പെടുന്നത് ഇങ്ങനെയാണ്. ഹിന്ദ് കുഷ്. അതായത് എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പീഠഭൂമിയാണ് പാമീർ പീഠഭൂമി. മധ്യ ഏഷ്യയിലാണ്. അതുപോലെ തന്നെ ഹിന്ദ് കുഷ്, സുലൈമാൻ, ടിയാൻ ഷാൻ, കുൻലുൻ, കാരക്കോറം മുതലായ പർവ്വതനിരകൾ പാമീർ പർവ്വതക്കെട്ടിനിൽ നിന്നും വിഭിന്ന ദിശകളിലേക്ക് പിരിഞ്ഞു പോകുന്നു. കാരക്കോറം പർവ്വതനിരയുടെ തുടർച്ചയാണ് ടിബറ്റിലെ കൈലാസ പർവ്വതനിരകൾ കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ ഉത്തര പർവ്വത മേഖലയെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ എന്നിങ്ങനെ 3ആയി തരംതിരിക്കുക. ഉത്തര പർവ്വത മേഖല എങ്ങനെയാണ്? ട്രാൻസ് ഹിമാലയ മേഖലയിൽ ഏതൊക്കെയാണ് വരുന്നത്? ഹിമാലയ മേഖലയിലൊക്കെയാണ് കാരക്കോറം, ലഡാക്ക്, സസ്കർ വരും. ഹിമാലയ മേഖലയിലാണ് വരുന്നത് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. കിഴക്കൻ മലനിരകൾ ഏതൊക്കെയാണ്? പത്കായ് ബൂം, നാഗാ കുന്നുകൾ, ഖാരോഖാസി, ജയന്തിയ കുന്നുകൾ, മീസോ കുന്നുകൾ കേട്ടോ. മീസോ കുന്നുകൾ. പിന്നെ ട്രാൻസ് ഹിമാലയമാണ്. കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നീ പർവ്വതനിരകൾ ചേർന്നതാണ് ട്രാൻസ് ഹിമാലയം. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ 8661 മീറ്റർ ഉയരം സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം മലനിരകളിലാണ്. അതുപോലെ തന്നെ ട്രാൻസ് ഹിമാലയത്തിൻ്റെ ശരാശരി ഉയരം എന്ന് പറയുമ്പോൾ 6000 മീറ്ററാണ് വരുന്നത്. പിന്നെ ഹിമാലയവും തന്നിട്ടുണ്ട്. ട്രാൻസ് ഹിമാലയത്തിനും കിഴക്കൻ മലനിരകൾക്കും ഇടയിൽ വടക്കു പടിഞ്ഞാറ് തെക്ക് കിഴക്ക് ദിശയിലാണ് ഹിമാലയ പർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്നത്. ഈ പർവ്വതനിരകൾക്ക് ഏകദേശം 2400 കിലോമീറ്റർ നീളമുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇതിന് മുമ്പിൽ ഇന്ത്യൻ ജിയോഗ്രഫി എന്ന് പറഞ്ഞൊരു റിവിഷൻ ക്ലാസ് ചെയ്തിട്ടുണ്ട്. അതിനകത്തെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മൗണ്ട് എവറസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ഈ കൊടുമുടിയാണ്. ഹിമാലയ പർവ്വതത്തിലാണ് മൗണ്ട് എവറസ്റ്റ് വരുന്നത്. ഇത് നേപ്പാളിൽ സ്ഥിതി ചെയ്യുന്നു. ഇതിൻ്റെ ഉയരം എന്ന് പറയുമ്പോൾ 8848 മീറ്ററാണ്. ജസ്റ്റ് ഓർത്തുന്നാൽ മതി. പിന്നെ നമ്മുടെ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് 3 തന്നിട്ടുണ്ട്. ഹിമാദ്രി എന്ന് പറയുമ്പോൾ എന്താണ്?
അത് ഏറ്റവും ടോപ്പിലാണ്. അപ്പോൾ ഹിമാദ്രി എന്ന് പറയുന്നത് ഏറ്റവും ഉയരം കൂടിയ നിരയാണ് ഹിമാദ്രി വരുന്നത്. ശരാശരി ഉയരം 6000 മീറ്ററാണ് വരുന്നത്. ഗംഗ, യമുന എന്നീ നദികളുടെ ഉത്ഭവസ്ഥാനം ഹിമാദ്രി എന്ന നിരകളിൽ നിന്നാണ്. 8000 മീറ്ററിന് മുകളിൽ ഉയരമുള്ള നിരവധി കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്നു. ഉദാഹരണത്തിന് കാഞ്ചൻജംഗ, നന്ദാദേവിയൊക്കെ ഹിമാദ്രിയുടെ ഭാഗമാണ് കേട്ടോ. പിന്നെ ഹിമാചൽ എന്ന് പറഞ്ഞാൽ ഹിമാദ്രിയുടെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നതാണ് ഹിമാചൽ. ശരാശരി ഉയരം എന്ന് പറയുമ്പോൾ 3000 മീറ്ററാണ് വരുന്നത്. അതിൻ്റെ 3000 മീറ്ററാണ് ഹിമാചലിൻ്റെ ശരാശരി ഉയരം വരുന്നത്. ഷിംല, ഡാർജിലിംഗ് തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ ഈ പർവ്വതനിരയുടെ തെക്കേ ചരിവിലായി സ്ഥിതി ചെയ്യുന്നു കേട്ടോ. പിന്നെ നമ്മുടെ സിവാലിക്കാണ് വരുന്നത്. സിവാലിക്ക് എന്താണ്? ഹിമാചലിന് തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു സിവാലിക്ക് കേട്ടോ. ശരാശരി ഉയരം വരുന്നത് 1220 മീറ്ററാണ്. ഹിമാലയൻ നദികൾ ഈ പർവ്വതനിരയെ മുറിച്ചുകൊണ്ട് ഒഴുകുന്നതിനാൽ പലയിടങ്ങളിലും തുടർച്ച നഷ്ടപ്പെടുന്നു. നീളമേറിയതും വിസ്തൃതവുമായ താഴ്വരകൾ കാണപ്പെടുന്നു. ഇവയെ ഡൂണുകൾ എന്ന് വിളിക്കുന്നു. ഉദാഹരണം ഡെറാഡൂൺ കേട്ടോ. പിന്നെ ഉത്തരപർവ്വത മേഖലയിലെ ചുരങ്ങൾ എന്ന് പറഞ്ഞു PSC ബോക്സിൽ തന്നിട്ടുണ്ട്. വളരെ എപ്പോഴും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഞാൻ ഒന്നുകൂടെ പറയാം. ചുരങ്ങളും ബന്ധിപ്പിക്കുന്ന ഭാഗങ്ങളുമാണ് ലിപ്പ് ലേക്ക് ചുരം ഏതൊക്കെയാണ് ബന്ധിപ്പിക്കുന്നത്? ഉത്തരാഖണ്ഡും ടിബറ്റും. ലിപ്പ് ലേക്ക് ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങളാണ് ഉത്തരാഖണ്ഡും ടിബറ്റും. ഷിപ്കില ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങളാണ് ഹിമാചൽ പ്രദേശ്, ടിബറ്റ് കേട്ടോ. സോജില ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങളാണ് ശ്രീനഗർ മുതൽ കാർഗിൽ കേട്ടോ. കാർഗിലാണ് സോജില ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങളായിട്ട് വരുന്നത്. പിന്നെ നാഥുല ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങളാണ് സിക്കിമും ടിബറ്റും കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മാർക്ക് ചോദിക്കാൻ ഇനി വരുന്ന LDC എക്സാം ചോദിക്കാൻ ചാൻസ് കൂടിയൊരു ഭാഗമാണ് കേട്ടോ. പിന്നെ ഹിമവൻ്റെ ജനനം എന്ന് പറഞ്ഞിട്ട് ബോക്സിൽ തന്നിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലകവും കൂട്ടിമുട്ടിയപ്പോൾ ഇവയ്ക്കിടയിൽ സ്ഥിതി ചെയ്തിരുന്ന തേതിസ് സമുദ്രത്തിൻ്റെ അടിത്തട്ട് സമ്മർദ്ദത്താൽ മടങ്ങി ഉയർന്നാണ് ഹിമാലയ പർവ്വതനിരകൾ രൂപപ്പെട്ടത് എന്നാണ് ശാസ്ത്രജ്ഞരുടെ നിഗമനം. ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുള്ള സമുദ്രജീവികളുടെ ഫോസിലുകൾ ഈ വാദത്തിന് അനുകൂലമായ തെളിവുകളാണ്. അപ്പോൾ ഇതിനകത്ത് നിന്നൊക്കെ ചോദിക്കാൻ തേതിസ് സമുദ്രത്തിൻ്റെ ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ജസ്റ്റ് നോക്കി വെച്ചാൽ. പിന്നെ കിഴക്കൻ മലനിരകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 500 മുതൽ 3000 മീറ്റർ വരെ ഉയരമുള്ള ഈ പ്രദേശം പൂർവാഞ്ചൽ എന്നറിയപ്പെടുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ ചിറാപുഞ്ചി ഇവിടെയാണ് കേട്ടോ. കിഴക്കൻ മലനിരകളിലാണ്. ഉത്തരപർവ്വത മേഖലയിലുടനീളം പൊതുവെ ഫലഭൂഷ്ടി കൂടിയ പർവ്വത മണ്ണാണ് കാണപ്പെടുന്നത് കേട്ടോ. അതിവിടെ നോക്കണം. പിന്നെ ഉത്തരപർവ്വത മേഖലയുടെ പ്രാധാന്യം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്കൂൾ ടെസ്റ്റിൽ തന്നിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. പുരാതന കാലം മുതൽ തന്നെ വടക്കു പടിഞ്ഞാറ് നിന്നുള്ള വൈദേശിക ആക്രമണങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ നമ്മെ സംരക്ഷിച്ചു. മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിൽ ഉടനീളം മഴ പെയ്യിപ്പിക്കുന്നു. ഉത്തരപർവ്വത മേഖല ശൈത്യകാലത്ത് വടക്കുനിന്ന് വീശുന്ന വരണ്ട ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ ചെറുക്കുന്നു. വൈവിധ്യമാർന്ന ജന്തുജാലങ്ങൾ ഉടലെടുക്കുന്നതിന് കാരണമായി നദികളുടെ ഉത്ഭവ പ്രദേശം ജസ്റ്റ് നോക്കിയാൽ മതി. ഹിമാലയൻ നദികൾ ഏതൊക്കെയാണെന്ന് അറിയാമല്ലോ. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര കേട്ടോ. ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്രയെ ഞങ്ങൾ വിളിക്കുന്ന പേരെന്താണ്? ബംഗ്ലാദേശിൽ വിളിക്കുന്നത് ജമുന എന്നാണ്. ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്രയെ വിളിക്കുന്നത് ജമുന എന്നാണ്. അതുപോലെ തന്നെ ടിബറ്റിൽ ബ്രഹ്മപുത്രയെ വിളിക്കുന്നത് സാങ്പോ എന്നാണ്. ബ്രഹ്മപുത്രയെ ടിബറ്റിൽ വിളിക്കുന്നത് സാങ്പോ എന്നും ബംഗ്ലാദേശിൽ വിളിക്കുന്നത് ജമുന എന്നും. പിന്നെ ഇന്ത്യൻ നദികളെക്കുറിച്ചൊക്കെ തന്നിട്ടുണ്ട്. നദികൾ തന്നിട്ടുണ്ട്. സിന്ധുവിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ടിബറ്റിലെ മാനസ് സരോവർ തടാകമാണ്. ഏകദേശം 2880 കിലോമീറ്ററാണ്. ഈ നദിയുടെ 709 കിലോമീറ്റർ മാത്രമേ ഇന്ത്യയിലൂടെ ഒഴുകുന്നുള്ളൂ കേട്ടോ. അത് നോട്ട് ചെയ്ത് വെച്ചോ. പിന്നെ പോഷക നദികൾ ജലം, ചിനാബൊക്കെ വരുന്നതാണ്. പിന്നെ എത്തിച്ചേരുന്നത് അറബിക്കടൽ. ജസ്റ്റ് നോക്കി വെച്ചാൽ ഗംഗയുടെ ഉത്ഭവസ്ഥാനമാണ് ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖ് ഗുഹയാണ്. ഏകദേശം 2500 നീളമായിട്ട് വരുന്നത്. പോഷക നദി യമുന, ബംഗാൾ ഉൾക്കടലിലാണ് ഗംഗ പോകുന്നത് കേട്ടോ. ബ്രഹ്മപുത്ര ടിബറ്റിലെ ചെമയുങ് തുങ് ഹിമാനി എന്നാണ് ഉത്ഭവസ്ഥാനം. ഏകദേശം 2900 കിലോമീറ്ററാണ്. ഇന്ത്യയിലൂടെ ഒഴുകുന്നത് 725 കിലോമീറ്ററാണ്. തീസ്തയൊക്കെ പോഷക നദികളായിട്ട് വരുന്നതാണ്. പോഷക നദികളൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകണേ. ഇപ്പോൾ ഇന്ത്യ ഉത്തരമഹാസമുദ്രം എന്ന് തന്നിട്ടുണ്ട്. ഉത്തരമഹാസമുദ്രം ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി പശ്ചിമ ബംഗാൾ, ബീഹാർ ഒക്കെ നിങ്ങൾ നോക്കിയാൽ മതി. പിന്നെ നദികൾ മെനഞ്ഞ സമതലങ്ങൾ ഏതേത് നദിയുടെ നിക്ഷേപണത്തിൻ്റെ ഫലമായാണ് രൂപം കൊണ്ടിട്ടുള്ള എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഉത്തരമഹാസമുദ്രത്തെ പല ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് നോക്കുക. സമതലത്തിൻ്റെ പേര് ഭൂരൂപീകരണത്തിന് കാരണമാകുന്ന നദികൾ. പഞ്ചാബ്, ഹരിയാന സമതലം, സിന്ധുവും പോഷക നദികളും കേട്ടോ. നോട്ട് ചെയ്ത് വെച്ചാൽ ബോക്സിലാണ് തന്നിട്ടുള്ളത്. രാജസ്ഥാനിലെ മരുസ്ഥലി, ബാങ്കർ സമതലങ്ങൾ, ലൂണി, സരസ്വതി നദികൾ കേട്ടോ. ഗംഗാ സമതലം ഏതാണ്? ഗംഗയും പോഷക നദികളും. ആസാമിലെ ബ്രഹ്മപുത്ര സമതലം, ബ്രഹ്മപുത്രയും പോഷക നദികളും കേട്ടോ.
പിന്നെ ഇന്ത്യയുടെ ദാനിപുര എന്ന് പറഞ്ഞൊരു ടോപ്പിക് തന്നിട്ടുണ്ട്. അതായത് ജസ്റ്റ് ഇനി നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത് മാത്രം നോക്കിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഉപദ്വീപീയ പീഠഭൂമിയാണ് ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്നത് കേട്ടോ. അത് നോക്കി വെച്ചാണ്. ഉപദ്വീപീയ പീഠഭൂമിയാണ് ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്നത്. പിന്നെ പ്രധാനപ്പെട്ട നദികൾ തന്നിട്ടുണ്ട്. അതായത് ഉപദ്വീപീയ നദികളാണ് തന്നിട്ടുള്ളത്. മഹാനദി എവിടെ നിന്നാണ്? മധ്യപ്രദേശിലെ മൈക്കാല നിരകളിൽ നിന്നാണ്. നീളം എത്രയാണ്? 857 കിലോമീറ്ററാണ്. പ്രധാന പോഷക നദികൾ ഇബ്ബിട്ടെല്ല്. ഗോദാവരി പശ്ചിമഘട്ടം ഉത്ഭവസ്ഥാനമാണ്. മഹാരാഷ്ട്രയിലെ നാസിക് ജില്ല 1465 കിലോമീറ്ററാണ്. ഇന്ദ്രാവതി, ശബരി. കൃഷ്ണ പശ്ചിമഘട്ടം മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകളിൽ നിന്നാണ് വരുന്നത് കേട്ടോ. കൃഷ്ണ. ഭീമ, തുംഗഭദ്ര. കൃഷ്ണ നദിയുടെ നീളം എന്ന് പറയുമ്പോൾ 1500 കിലോമീറ്ററാണ്. കാവേരി പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി നിലകൾ കർണാടകത്തിൽ നിന്ന് 800 കിലോമീറ്റർ. കബനി, അമരാവതിയൊക്കെ പോഷക നദി. നർമ്മദ മൈക്കാല നിരകളാണ്. ഛത്തീസ്ഗഡിലെ മൈക്കാല നിരകളിലാണ്. താപ്തി വരുന്നത് മുൻതായ് പീഠഭൂമി മധ്യപ്രദേശിൽ കേട്ടോ. പിന്നെ ഹിമാലയ നദികൾ, ഉപദ്വീപീയ നദികൾ രണ്ട് ഇതായിട്ട് തന്നിട്ടുണ്ട്. ഡിഫറൻസ് തന്നിട്ടുണ്ട്. ഹിമാലയ നദികൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഹിമാലയ പർവ്വത നിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഉപദ്വീപീയ എന്താണ്? ഉപദ്വീപീയ പീഠഭൂമിയിലെ മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഹിമാലയ നദികൾ അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശങ്ങളാണ് കേട്ടോ. ഹിമാലയ നദികളിൽ അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശം. ഉപദ്വീപീയ നദികൾ താരതമ്യേന വിസ്തൃതി കുറഞ്ഞ വൃഷ്ടിപ്രദേശങ്ങളാണ് ഉപദ്വീപീയ നദികൾ. പിന്നെ ഹിമാലയ നദികൾക്ക് അപരന്തന തീവ്രത കൂടുതലാണ്. ഉപദ്വീപിൽ അത് കുറവാണ് കേട്ടോ. പിന്നെ പർവ്വത മേഖലയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നതിന് സമതലങ്ങളിൽ വളഞ്ഞു പുളഞ്ഞ് ഒഴുകുന്നത് ചെയ്യുന്നു കേട്ടോ ഹിമാലയൻ നദികൾ. ഉപദ്വീപ നദികൾ കാഠിന്യമേറിയ ശിലകളിലൂടെ ഒഴുകുന്നതിനാൽ അഗാധ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നില്ല. പിന്നെ ഹിമാലയൻ നദികൾ ഉയർന്ന ജലസേചന ശേഷി. ഇവിടെ തിരിച്ച് ഉപദ്വീപിൽ കുറഞ്ഞ ജലസേചന ശേഷിയാണ്. പിന്നെ ഹിമാലയൻ നദികൾ സമതല പ്രദേശങ്ങളിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത. ഇവിടെ ഉപദ്വീപ നദികൾ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത താരതമ്യേന കുറവാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. പിന്നെ പീഠഭൂമിയിലെ ജീവിതം എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. പിന്നെ പടിഞ്ഞാറൻ തീരസമതലവും കിഴക്കൻ തീരസമതലവും എന്ന് പറഞ്ഞിട്ട് രണ്ട് തന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് പടിഞ്ഞാറൻ തീരസമതലം എന്താണെന്ന് നോക്കാം. പടിഞ്ഞാറൻ തീരസമതലം എന്താണ്? നമുക്കറിയാവുന്നതാണ്. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലുള്ളതാണ് പടിഞ്ഞാറൻ തീരസമതലം. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണ് പടിഞ്ഞാറൻ തീരസമതലം വരുന്നത്. താരതമ്യേന വീതി കുറവാണ് കേട്ടോ. താരതമ്യേന വീതി കുറവാണ്. അതുപോലെ തന്നെ ഗുജറാത്ത് തീരസമതലം, കൊങ്കൺ തീരസമതലം, മലബാർ തീരസമതലം എന്നിങ്ങനെയായി തരംതിരിക്കുക. പിന്നെ കായലുകളെ അഴിമുഖങ്ങളായി കാണപ്പെടുന്നു. കിഴക്കൻ തീരസമതലം എന്ന് പറഞ്ഞാൽ ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിലാണ്. അതായത് സുന്ദർവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ വീതി താരതമ്യേന കൂടുതൽ. കോറമാൻഡൽ തീരം, വടക്കൻ സിർക്കാസ് തീരസമതലം എന്നിങ്ങനെ തിരിക്കാം. ഡെൽറ്റ രൂപീകരണം നടക്കുന്നു കേട്ടോ കിഴക്കൻ തീരസമതലത്തിൽ. പിന്നെ നമ്മൾ ഇങ്ങനെ താഴോട്ട് വരുമ്പോൾ വേറെ ഏതാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നോക്കാം. കാലാവസ്ഥ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കുണ്ട്. കേരളം ജൂൺ 15 എന്ന് പറഞ്ഞിട്ട് ബോക്സ് തന്നിട്ടുണ്ട്. ഇന്ന് വളരെ കനത്ത മഴ. ജസ്റ്റ് ഒന്ന് ചുമ്മാ. പിന്നെ ശൈത്യകാലം കാൽബൈശാഖിക്ക് എന്തെന്ന് അറിയത്തില്ല. ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിയോട് കൂടിയ ശക്തമായ മഴയാണ് കാൽബൈശാഖി എന്ന് പറയുന്നത്. അലറുന്ന കാറ്റും ആലിപ്പഴ വീഴ്ചയും ഇതിൻ്റെ സവിശേഷതകളാണ് കേട്ടോ. പിന്നെ മൺസൂണിൻ്റെ കാര്യമൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോകണം. പിന്നെ ആ ചാപ്റ്റർ അത്രയേ ഉള്ളൂ. ചാപ്റ്റർ തീർന്നു തോന്നും. അത്രയേ ഉള്ളൂ ചാപ്റ്റർ. ഇനി നമുക്ക് 10ാം ക്ലാസ്സിൽ തന്നെ ഇപ്പം നമ്മൾ ഏത് ചാപ്റ്ററാണ് ഇപ്പം പഠിച്ചത്? വൈവിധ്യങ്ങളുടെ ഇന്ത്യയാണ് പഠിച്ചത്. ഇനി നമ്മൾ 10ാം ക്ലാസ്സിൽ തന്നെ ഇന്ത്യൻ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന് പറഞ്ഞൊരു ടോപ്പിക്കുണ്ട്. അതിനകത്തിൽ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതാണ്: കാർഷിക കാലങ്ങളും വിളയിറക്കൽ കാലവും വിളവെടുപ്പ് കാലവും. ഖാരിഫ് വിള എന്നാണ്. വിളയിറക്കൽ കാലം എന്നാണ് ജൂണാണ്. മൺസൂണിൻ്റെ ആരംഭത്തിലാണ് ഖാരിഫ്. നവംബർ ആദിവാരമാണ് ഖാരിഫ് കേട്ടോ. നവംബർ ആദിവാരം. ഖാരിഫ് വിളയിറക്കൽ കാലം എന്നാണ് ജൂണാണ്. മൺസൂണിൻ്റെ ആരംഭത്തിൽ വിളയിറക്കുന്നു. മൺസൂണിൻ്റെ അവസാനമായ നവംബർ ആദ്യവാരത്തിൽ വിളവെടുക്കുന്നു. പ്രധാന വിളകൾ ഖാരിഫ് ഏതാണ്? നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ, ചണം, കരിമ്പ്, നീലക്കടല. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റാബി വിളകൾ നവംബർ മധ്യം, അതായത് ശൈത്യകാലത്തിൻ്റെ ആരംഭം വിളയിറക്കുന്നു. വിളവെടുക്കുന്നത് മാർച്ച് മാസം, അതായത് വേനലിൻ്റെ ആരംഭത്തിൽ റാബി വിളയെടുക്കുന്നു. റാബി വിളകൾ ഏതൊക്കെയാണ്? ഗോതമ്പ്, പുകയില, കടുക്, പയറുവർഗ്ഗങ്ങൾ കേട്ടോ. പിന്നെ സൈദ് വിള എന്ന് പറഞ്ഞാൽ എന്താണ്? മാർച്ച് മാസം വിളയിറക്കുന്നത്. വേനലിൻ്റെ ആരംഭം അതായത് മാർച്ച് മാസത്തിൽ സൈദ് വിളയിറക്കുന്നു. പിന്നെ വിളവെടുക്കുന്നത് എന്നാണ്? ജൂൺ മാസം, മൺസൂണിൻ്റെ ആരംഭത്തിൽ വിളവെടുക്കുന്നത്. സൈദ് വിളയുടെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? പയറുവർഗ്ഗങ്ങളും പച്ചക്കറികളും കേട്ടോ.
ചെറുധാന്യങ്ങളെയാണ് തിനവിളകൾ എന്ന് വിളിക്കുന്നത്. ഭക്ഷ്യധാന്യങ്ങളിൽ ഉൾപ്പെടുന്ന ജോവർ, ബജ്ര, റാഗി എന്നിവ തിനവിളകൾ അഥവാ മില്ലറ്റ്സ് എന്ന വിഭാഗത്തിൽ പെടുന്നു കേട്ടോ. പിന്നെ ഇതിനെ താഴോട്ട് വരുമ്പോൾ നെല്ലിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെല്ലെന്ന് പറയുന്നത് ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിളയായ നെല്ല് ഒരു ഖാരിഫ് വിളയാണ്. നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചാണ്. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യം കേട്ടോ. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യം ഏതാണ്? എക്കൽ മണ്ണാണ്. ഉയർന്ന താപനിലയും അതായത് 24 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ധാരാളം മഴ എത്രയാണ്? 150 സെൻറ്റിമീറ്റർ കൂടുതൽ മഴയും നെൽകൃഷിക്ക് ആവശ്യമാണ്. മഴ കുറഞ്ഞ പ്രദേശങ്ങളിലും ജലസേചന സൗകര്യത്തോടെ നെൽകൃഷി ചെയ്തു വരുന്നു. നദീതടങ്ങളിലും തീരസമതലങ്ങളിലുമാണ് മുഖ്യമായും നെൽകൃഷി ചെയ്യുന്നത്. സിവാലിക് പർവ്വത ചരിവുകളിലും തട്ടുകളാക്കി നെൽകൃഷി ചെയ്തു വരുന്നു. പിന്നെ ഗോതമ്പിൻ്റെ നമ്മൾ ടെസ്റ്റ് തന്നിട്ടുണ്ട്, SCRT തന്നിട്ടുണ്ട്. ഗോതമ്പ് എന്താണ്? ഇന്ത്യയിൽ ഉൽപ്പാദനത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഭക്ഷ്യവിളയാണ് ഗോതമ്പ് ഒരു റാബി വിളയാണ്. പിന്നെ നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് ഗോതമ്പ് കൃഷിക്ക് ഉത്തമം. മുഖ്യമായും മിതോഷ്ണ മേഖലയിൽ കൃഷി ചെയ്യുന്ന ഈ വിളയ്ക്ക് 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും 75 സെൻറ്റിമീറ്റർ മഴയും ആവശ്യമാണ് കേട്ടോ. പിന്നെ ശൈത്യകാല വിളയായതിനാൽ മുഖ്യമായും ജലസേചനത്തെ ആശ്രയിച്ചാണ് ഇന്ത്യയിലെ ഗോതമ്പ് കൃഷി. പിന്നെ നമ്മൾ ചോളവും തന്നിട്ടുണ്ട് ടെസ്റ്റിൽ. ചോളം എന്ന് പറയുമ്പോൾ മെയ്സ്. ചോളം എന്താണ്? ഭക്ഷ്യവിളകളുടെ ഉൽപ്പാദനത്തിൽ ചോളത്തിന് 3ാം സ്ഥാനമാണുള്ളത്. ഉഷ്ണകാലത്തും ശൈത്യകാലത്തും ഇന്ത്യയിൽ ചോളകൃഷി ചെയ്യുന്നു. ശരാശരി 75 സെൻറ്റിമീറ്റർ വർഷപാതം ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ഈ കൃഷി ചെയ്യുന്നത്. നീർവാർച്ചയുള്ള ഫലഭൂഷ്ടിയായ മണ്ണാണ് അനുയോജ്യം. മധ്യപ്രദേശ്, കർണാടകം, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളാണ് മുഖ്യമായും ചോളം കൃഷി ചെയ്യുന്നത് കേട്ടോ. പിന്നെ നാണ്യവിളകൾ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. നാണ്യവിളകൾ 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. നാരുവിളകൾ എന്ന് പറയുന്നത് പരുത്തി ചണമാണ്. പേര് കേൾക്കുമ്പോഴേ നാരുവിളകൾ പരുത്തി ചണമാണ്. പിന്നെ പാനീയ വിളകളാണ് തേയില, കാപ്പി കേട്ടോ. പിന്നെ സുഗന്ധ വിളകളാണ് ഏലം, കുരുമുളക്. പിന്നെ മറ്റു വിളകൾ എന്ന് പറയുന്നതാണ് കരിമ്പ്, റബ്ബർ കേട്ടോ. പിന്നെ പരുത്തി കൃഷിയെ കുറിച്ചൊക്കെ തന്നെ. പരുത്തി കൃഷി എങ്ങനെയാണ്? മഞ്ഞുവീഴ്ചയില്ലാത്ത വർഷാകാലവും 20 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും ചെറിയ തോതിൽ വാർഷിക വർഷപാതവും പരുത്തി കൃഷിക്ക് ആവശ്യമാണ്. കറുത്ത മണ്ണും എക്കൽ മണ്ണുമാണ് ഏറ്റവും അനുയോജ്യമായ പരുത്തി കൃഷിക്ക് വേണ്ടത്. പിന്നെ യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ് കേട്ടോ. യൂണിവേഴ്സൽ ഫൈബർ കേട്ടോ. പിന്നെ ചണകൃഷിയും ചണ വ്യവസായവും എന്നാണ്. ഇന്ത്യയിലെ മറ്റൊരു നാരുവിളയായ ചണം ചൂടും ഈർപ്പമുള്ള സാഹചര്യങ്ങളിലാണ് ചണം വളരുന്നത്. ഉയർന്ന താപനിലയിൽ 150 സെൻറ്റിമീറ്റർ കൂടുതൽ മഴയും ചണകൃഷിക്ക് അത്യന്താപേക്ഷികമാണ് കേട്ടോ. പിന്നെ നീർവാർച്ചയുള്ള എക്കൽമണ്ണാണ് ഇതിന് വേണ്ടത്. ഗംഗ, ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശത്താണ് പ്രധാനമായും ചണ ഉൽപ്പാദന മേഖലയായിട്ട് വരുന്നത് കേട്ടോ. പശ്ചിമ ബംഗാൾ, ആസാം, ഒഡീഷ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ മാത്രമാണ് പ്രധാനമായും ചണകൃഷി കാണുന്നത്. പിന്നെ തേയില എന്ന് പറഞ്ഞിട്ട് നമുക്ക് ടെസ്റ്റ് തന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ആസാം, പശ്ചിമ ബംഗാൾ, കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലാണ് ഇന്ത്യ തേയിലത്തോട്ടങ്ങൾ വരുന്നത്. 200 മുതൽ 250 കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് തേയില. 200 മുതൽ 250 സെൻറ്റിമീറ്റർ വരെ വർഷാപാതവും 25 ഡിഗ്രി മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ നിലയവുമുള്ള കുന്നിൻ ചരിവുകളാണ് തേയില കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ട് വരുന്നത്. ജൈവാംശമുള്ള ജലം വാർന്നു പോകുന്ന മണ്ണാണ് ഈ തോട്ടവിളയ്ക്ക് ആവശ്യമായിട്ട് വരുന്നത് കേട്ടോ. പിന്നെ കാപ്പിയെക്കുറിച്ച് തന്നിട്ടുണ്ട്. കാപ്പി എന്താണ്? ഒരു ഉഷ്ണമേഖലയിലെ തോട്ടവിളയായ കാപ്പിയുടെ ഉൽപ്പാദനത്തിൽ ഇന്ത്യ 6ാം സ്ഥാനത്താണ്. കർണാടകം, കേരള, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലായി പശ്ചിമഘട്ടത്തിലെ മലനിരകളിലാണ് ഇന്ത്യയിലെ കാപ്പിത്തോട്ടങ്ങൾ. മിതമായ താപനിലയും ഉയർന്ന വർഷാതാപവും കാപ്പി കൃഷിക്ക് ആവശ്യമാണ്. പിന്നെ അന്താരാഷ്ട്ര വിപണിയിൽ ഏറെ ആവശ്യക്കാരുള്ള അറബിക്ക കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ഥിരമായിട്ട് PSC വയ്ക്കുന്നതാണ് അറബിക്ക എന്ന മുന്തിയ ഇനം കാപ്പിക്കുരുക്കളാണ് ഇന്ത്യയിൽ മുഖ്യമായി ഉൽപ്പാദിപ്പിക്കുന്നത് കേട്ടോ, അറബിക്ക. പിന്നെ സുഗന്ധവിളകളേക്കാണ് ഏലം, കുരുമുളക്, ജാതി, ഗ്രാമ്പു, ഇഞ്ചി തുടങ്ങിയ സുഗന്ധവിളകൾക്ക് കാലം മുതൽക്കേ പുകൾപ്പെട്ട രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. പശ്ചിമഘട്ട മലനിരകളിൽ സുഗന്ധവിളത്തോട്ടങ്ങൾ ഏറെയും കേന്ദ്രീകരിച്ചിട്ടുള്ളത്. നീർവാർച്ചയുള്ള വനമണ്ണ്, മണൽമണ്ണ് എന്നിവയും ധാരാളം മഴ ലഭിക്കുന്ന ഉഷ്ണമേഖല കാലാവസ്ഥയുമാണ് ഇവിടെ അനുകൂല ഘടകങ്ങളായിട്ട് വരുന്നത്. പിന്നെ കരിമ്പ് കൃഷിയും പഞ്ചസാര വ്യവസായം എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഉഷ്ണമേഖലയിൽ വിളയായ കരിമ്പിന് ചൂടും മഴയുമുള്ള കാലാവസ്ഥയാണ് വേണ്ടത് കേട്ടോ. പിന്നെ കറുത്ത മണ്ണ്, എക്കൽ മണ്ണ് തുടങ്ങിയ മണ്ണിനങ്ങളാണ് കരിമ്പ് കൃഷിക്ക് അനുയോജ്യമായത്. കരിമ്പ് ഉൽപ്പാദനത്തിൽ ഇന്ത്യക്ക് 2ാം സ്ഥാനമാണ് ഉള്ളത്.
പിന്നെ ഇതിനകത്ത് ഈ ഒരു ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. പിന്നെ റബ്ബർ വരുന്നുണ്ട്. റബ്ബർ കൃഷിയെക്കുറിച്ച് പറയുന്നുണ്ട്. 25 ഡിഗ്രി സെൽഷ്യസിൽ കൂടിയ താപനിലയിൽ 150 സെൻറ്റിമീറ്റർ മുകളിൽ ഉള്ള മഴയുമാണ് റബ്ബർ കൃഷിക്ക് അനുയോജ്യമായിട്ട് വരുന്നത്. മറ്റു കൃഷികൾക്ക് പൊതുവെ അനുകൂലമല്ലാത്ത ലാറ്ററൈറ്റ് മണ്ണാണ് റബ്ബർ കൃഷിക്ക് ഏറെ അനുയോജ്യമാണ് കേട്ടോ. കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. കേരളത്തിൻ്റെ ഒരു പ്രധാന വരുമാന സ്രോതസ്സും റബ്ബറാണ് കേട്ടോ. പിന്നെ ബ്രസീലാണ് റബ്ബറിൻ്റെ ജന്മദേശം, അറിയാലോ, ബ്രസീലാണ് ജന്മദേശം കേട്ടോ. പിന്നെ ധാതുക്കളെക്കുറിച്ച് കണ്ടിട്ടുണ്ട്. ലോഹധാതുക്കൾ, അലോഹധാതുക്കൾ. ലോഹധാതുക്കൾ ഇതൊക്കെയാണ്. ഇരുമ്പിൻ്റെ അംശമുള്ളതാണ് ഇരുമ്പയിര്, മാഗ്നീസ്. ഇരുമ്പിൻ്റെ അംശമില്ലാത്തവയാണ് സ്വർണം, വെള്ളി, ചെമ്പ്, ബോക്സൈറ്റ്. പിന്നെ അലോഹധാതുക്കൾ ധാതു ഇനങ്ങളായിട്ട് വരുന്ന കൽക്കരി, പെട്രോളിയം. മറ്റു ധാതുക്കളായിട്ട് വരുന്ന ഉദാഹരണം അഫ്രമാണ് വരുന്നത് കേട്ടോ. പിന്നെ പ്രധാന ഖനന മേഖലകൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒഡീഷയിലെ പ്രധാന ഖനന മേഖലകളാണ് സുന്ദർഗഡ്, മയൂർഭഞ്ച്, ധാർ കേട്ടോ. പിന്നെ ജാർഖണ്ഡിലാണ് സിംഗ്ഫദം, ദുർഗ് കേട്ടോ. കർണാടകം ബെല്ലാരി, ചിക്മംഗ്ലൂർ, ഷിമോഗ, ചിത്രദുർഗ്. ഗോവ മർമഗോവ. തമിഴ്നാട് സേലം, നീലഗിരി. പിന്നെ ഇത് സ്ഥിരമായിട്ട് PSC ചോദിക്കുന്നതിന് ഇരുമ്പുരുക്ക് ശാലയും സ്ഥിതി ചെയ്യുന്ന സ്ഥലവും പിന്നെ അതിൻ്റെ സവിശേഷതകളൂടെ തന്നിട്ടുണ്ട് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടിസ്കോ, അതായത് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനിയുടെ സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? ജംഷഡ്പൂർ ആണ്. ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ടിസ്കോ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ജാർഖണ്ഡിലെ ജംഷഡ്പൂർ ആണ്. സവിശേഷത ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ്. പിന്നെ ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, ഇസ്കോ എന്ന് പറയുന്നത്. ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി കൂൾട്ടി, ബർണപ്പൂർ, ഹിരാപ്പൂർ, പശ്ചിമബംഗാളിലെ കൂൾട്ടി, ബർണപ്പൂർ, ഹിരാപ്പൂർ എന്നീ സ്ഥലങ്ങളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി കേട്ടോ. പിന്നെ അടുത്തത് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്, VISL. അത് ഭദ്രാവതി, കർണാടകത്തിലാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ്. പിന്നെ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, ഫിലായ്. അത് വരുന്നത് ദുർഗാണ്, ഛത്തീസ്ഗഡിലെ ദുർഗാണ്. 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ചു. പിന്നെ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, റൂർക്കേല വരുന്നത് സുന്ദർഗഡ്, ഒഡീഷയിലാണ്. 1959 ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ചു. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, ദുർഗാപൂറാണ് പശ്ചിമ ബംഗാളിൽ തന്നെ. 1962 UK സഹായത്തോടെ, അതായത് ബ്രിട്ടൻ്റെ സഹായത്തോടെ സാങ്കേതിക പ്രവർത്തനം ആരംഭിച്ചു. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, ബൊക്കാറോ എന്ന് പറഞ്ഞ സ്ഥലം ജാർഖണ്ഡിലാണ് വരുന്നത്. 1964 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ ആരംഭിച്ചു. പിന്നെ നമുക്ക് അടുത്ത മാംഗനീസ് എന്ന് പറഞ്ഞാൽ എടുത്തു തന്നിട്ടുണ്ട്. മാംഗനീസ് എന്താണ്? ഇരുമ്പുരുക്ക് വ്യവസായത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന ലോഹമാണ് മാംഗനീസ് ആയിട്ട് വരുന്നത്. പിന്നെ നമുക്കിപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇനിയിപ്പം ഇങ്ങോട്ട് വരുമ്പോൾ ഏതാണ്? പിന്നെ ഇന്ത്യയിലെ പ്രധാന ആണവോർജ്ജ നിലയങ്ങൾ അറിയാലോ. താരാപൂർ മഹാരാഷ്ട്ര, റാവത്ത്ഫട്ട് രാജസ്ഥാൻ, കൽപ്പാക്കം കൂടംകുളം തമിഴ്നാട് കേട്ടോ. കൈഗ കർണാടകം, കാക്രാപ്പാറ ഗുജറാത്ത്, നറോറ ഉത്തർപ്രദേശ്. സ്ഥിരമായിട്ട് PSC ചോദിക്കുന്നതാണ്. പിന്നെ നമ്മൾ ദേശീയപാതകൾ, സംസ്ഥാന ഹൈവേകൾ, ജില്ലാ റോഡുകൾ ഒക്കെ അറിയാമല്ലോ, അതിൻ്റെയൊക്കെയാണ് പറയുന്നത്. പിന്നെ ജലഗതാഗതത്തിൽ നമ്മൾ ജലപാത 1 എന്താണ്? ഗംഗാ നദിയിൽ നിന്ന് അലഹാബാദ് മുതൽ ഹാൽഡിയ വരെ 1620 കിലോമീറ്റർ. ജലപാത 2 NW2 എന്ന് പറയുന്നത് ബ്രഹ്മപുത്രയിൽ നിന്ന് സാദിയ മുതൽ ദൂബ്ര വരെ 891 കേട്ടോ. ദേശീയ ജലപാത 3 ആണ് നമ്മുടെ കേരളത്തിലൂടെ പോകുന്നത്. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ എന്നറിയപ്പെടുന്നു, 205 കിലോമീറ്റർ. ദേശീയ ജലപാത 4 ആണ്. ഗോദാവരി മുതൽ കൃഷ്ണ നദിയുമായി ചേർന്ന് കാക്കിനട മുതൽ പുതുച്ചേരി വരെയുള്ള കനാലാണ്, 1095 കേട്ടോ. ദേശീയ ജലപാത 5 ആണ്. പൂർവ്വതീര കനാലുമായി ബന്ധിപ്പിച്ചുള്ള ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദീ വ്യവസ്ഥ 623 കിലോമീറ്റർ. ഇതാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത് തിരുവനന്തപുരത്ത് കേട്ടോ. ദേശീയ ജലപാത 3. പിന്നെ ആ ചാപ്റ്റർ അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഈ 10ാം ക്ലാസ്സിലെ തന്നെ വേറൊരു ഏതാ ചാപ്റ്റർ വരുന്നത്? ഋതുഭേദങ്ങളും സമയവും. അതുകൂടെ ഒന്ന് ജസ്റ്റ് നോക്കാമേ. അതും നമുക്കൊന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. ഋതുഭേദങ്ങളും എന്താണ് ചാപ്റ്ററിൻ്റെ പേര്? ഋതുഭേദങ്ങളും സമയവും. ഇപ്പോൾ അല്പം ലെങ്ത് ആവും, കുഴപ്പമില്ല, നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കി വെക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്ലാസ് ആണ് കേട്ടോ. ഭൂമിയുടെ അച്ചുതണ്ടിന് പരിക്രമണത്തിൽ നിന്ന് 66.5 ഡിഗ്രി ചരിവുണ്ടെന്ന് നിങ്ങൾ അത് നോക്കണ്ട.
സൂര്യനും ഭൂമിയും അടുത്തും അകന്നു. അതെന്താണെന്ന് നോക്കാം. ഒരു പരിക്രമണ കാലയളവിൽ ഭൂമിക്ക് സൂര്യനിൽ നിന്നുള്ള അകലത്തിൽ നിരന്തരം മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന ദിനവും ഏറ്റവും അകന്നു പോകുന്ന ദിനവുമാണ് ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. ഈ ദിവസങ്ങളെ യഥാക്രമം സൂര്യ സമീപന ദിനം, അതായത് പെരിഹീലിയോൺ എന്നും സൂര്യ വിദൂര ദിനം അപ്പിഹീലിയോൺ എന്നും വിളിക്കുന്നു കേട്ടോ. പിന്നെ അറിയാലോ, സെപ്റ്റംബർ 21, മാർച്ച് 21, ഡിസംബർ അതൊക്കെ അറിയാലോ. പിന്നെ സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേരെ മുകളിലായിരിക്കുമ്പോൾ ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും തുല്യ അളവിൽ സൂര്യപ്രകാശം ലഭിക്കുന്നു. പിന്നെ എന്താണ്, മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ എന്താണ് സൂര്യൻ്റെ അയനം വരുന്നത് ഭൂമധ്യരേഖയിൽ നിന്ന് ഉത്തരായന രേഖയിലേക്കാണ്. അപ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ വസന്തവും ദക്ഷിണാർദ്ധഗോളത്തിൽ ഹേമന്തവും ആയിരിക്കും കേട്ടോ. ജൂൺ 21 മുതൽ സെപ്റ്റംബർ 23 വരെ ഉത്തരായന രേഖയിൽ നിന്ന് ഭൂമധ്യരേഖയിലേക്കാണ് സൂര്യൻ്റെ അയനം പോകുന്നത്. അപ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ ഗ്രീഷ്മവും ദക്ഷിണാർദ്ധഗോളത്തിൽ ശൈത്യവുമായിരിക്കും. സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ ഭൂമധ്യരേഖയിൽ നിന്ന് ദക്ഷിണായന രേഖയിലേക്കാണ് സൂര്യൻ്റെ അയനം പോകുന്നത്. അപ്പം ഉത്തരാർദ്ധഗോളത്തിൽ ഹേമന്തവും ദക്ഷിണാർദ്ധഗോളത്തിൽ വസന്തവുമായിരിക്കും. ഡിസംബർ 22 മുതൽ മാർച്ച് 21 വരെ സൂര്യൻ്റെ അയനം ദക്ഷിണായന രേഖയിൽ നിന്ന് ഭൂമധ്യരേഖയിലേക്ക്. ഉത്തരാർദ്ധഗോളത്തിൽ അപ്പോൾ ശൈത്യവും ദക്ഷിണാർദ്ധഗോളത്തിൽ അപ്പോൾ ഗ്രീഷ്മവുമായിരിക്കും കേട്ടോ. പിന്നെ ഇന്ത്യയിലെ പരമ്പരാഗത ഋതുക്കൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വസന്തകാലം എന്ന് പറയുമ്പോൾ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് ഇന്ത്യയിൽ വസന്തകാലം വരുന്നത്. പിന്നെ ഗ്രീഷ്മകാലം എന്ന് പറയുമ്പോൾ മെയ് ജൂൺ മാസങ്ങളിലാണ്. പിന്നെ വർഷകാലം വരുന്നത് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലാണ്. ശരത്കാലം വരുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ്. ഹേമന്തകാലം വരുന്നത് നവംബർ ഡിസംബർ മാസങ്ങളിലാണ് കേട്ടോ. ശിശിരകാലം വരുന്നത് എന്താണ് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ്. ഇതെല്ലാം നമ്മൾ റിവിഷൻ ക്ലാസ് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ടെസ്റ്റ് മാത്രമാണ് നോക്കുന്നത്, അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഗ്രീനിച്ച് സമയമാണ് നമ്മളെ പരീക്ഷയ്ക്ക് ചോദിച്ചത്. ഗ്രീനിച്ച് സമയം അതെല്ലാം ഓൾറെഡി നമുക്ക് അറിയാമെന്നല്ലോ, ബേസിക് കാര്യങ്ങൾ. വേറെ എന്തെങ്കിലും മെയിനായിട്ട് കിടക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് മാത്രം പറഞ്ഞു പോകാം, സമയം ഒരുപാടായില്ലേ. ചാപ്റ്റർ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് കൊണ്ട് നോക്കാം. ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്ത് പേരിൽ അറിയപ്പെടുന്നു? എന്ത് പേരിലാണ്? ഹാരിക്കെയിൻസ് എന്ന് പറഞ്ഞ പേരിലാണ്. ഹാരിക്കെയിൻസ്, ഓപ്ഷൻ ഡി ഹാരിക്കെയിൻസ് ആണ് വരുന്നത്. ഇത് ചോദിച്ചിട്ടുള്ളത് നമ്മുടെ പ്ലസ് വണ്ണിലെ ഏതാണ്? പ്ലസ് വണ്ണിലെ ഒരു ചാപ്റ്ററാണ്. പ്ലസ് വണ്ണിലെ ഏതാണ്? അന്തരീക്ഷ സംക്രമണവും ദിനാന്തരീക്ഷ വ്യൂഹവും എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആ ചാപ്റ്റർ ജസ്റ്റ് നോക്കാം നമുക്ക്. ആ ചാപ്റ്ററിൽ നിന്ന് എവിടെയാണ് ചോദിച്ചിട്ടുള്ളതെന്നൊക്കെ നോക്കാം. കാറ്റിൻ്റെ ദിശയും വേഗതയും സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് മർദ്ദവ ചരിവ് ബലം, പിന്നെ ഹർഷണ ബലവും. പിന്നെ ഇതിനകത്ത് തന്നെ കൊറിയോലിസിസ് ബലം PSC ഒരു വട്ടം ചോദിച്ചിട്ടുള്ളതാണ്. അതായത് ഭൂമിയുടെ അച്ചുതണ്ടിന് മേളിൽ ഭ്രമണവും കാറ്റിൻ്റെ ദിശയും സ്വാധീനിക്കുന്നു. കൊറിയോലിസിസ് ബലം കേട്ടോ. അതിൻ്റെ ഡെഫിനിഷൻ ഇവിടെ. ഭൂമധ്യരേഖാ പ്രദേശത്ത് നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകും തോറും കൊറിയോലിസിസ് ബലത്തിൻ്റെ ആനുപാതിക വർധനയുണ്ടാകുന്നു. ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ കൊറിയോലിസിസ് ബലം അനുഭവപ്പെടുന്നില്ല. ധ്രുവങ്ങളിലാണ് ഇത് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത്. കൊറിയോലിസിസ് ബലമാണ്. പിന്നെ ഇതിനകത്ത് വരുന്നത് നമ്മൾ കാറ്റുമായിട്ട് ബന്ധപ്പെട്ടായിട്ട് നമ്മൾ നോക്കുന്നത്, അതെവിടെയാണെന്ന് നോക്കാം. അന്തരീക്ഷത്തിലെ പൊതുസംക്രമണവും അവ സമുദ്രങ്ങളിൽ ഉണ്ടാക്കുന്ന പ്രഭാവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് വരുന്നത് എല്ലാം വായിച്ചു പോകാം. അന്തരീക്ഷ ചംക്രമണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫലമാണ് പസഫിക് സമുദ്രത്തിൻ്റെ ചൂടാകലും തണുക്കലും കേട്ടോ. മധ്യ പസഫിക് സമുദ്രത്തിലെ ഉഷ്ണജലം സാവകാശം തെക്കേ അമേരിക്കൻ തീരത്തേക്ക് നീങ്ങുകയും തണുത്ത പെറുവിയൻ പ്രവാഹങ്ങളെ തള്ളി മാറ്റുകയും ചെയ്യുന്നു. അതിൻ്റെ ഫലമായി പെറുവിൻ്റെ തീരത്ത് ഉഷ്ണജലം എത്തുന്നു. ഈ പ്രതിഭാസമാണ് എൽ നിനോ എന്നറിയപ്പെടുന്നത് കേട്ടോ. ഇതിന് മധ്യ പസഫിക് വരുന്നത്. പിന്നെ എൽ നിനോ ഒക്കെ നോക്കണം. പിന്നെ കാലിക വാതകങ്ങൾ, സീസണൽ വിൻസ്, കാലിക വാലങ്ങൾ, പിന്നെ പ്രാദേശിക വാതകങ്ങളും കരക്കാറ്റും കടൽക്കാറ്റും. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പറഞ്ഞതൊന്ന് നോക്കട്ടെ.
അതേണ്ട ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ. ഉഷ്ണമേഖലയിലെ സമുദ്രങ്ങൾക്ക് മുകളിൽ രൂപം കൊണ്ട് തീരത്തേക്ക് വീശുന്ന അതിതീവ്രമായ കൊടുങ്കാറ്റുകളാണ് ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ എന്ന് പറയുന്നത്. ഇവ തീവ്രതയോടെ വീശുന്നതിനാൽ അതിശക്തമായ മഴയ്ക്കും കടലേറ്റത്തിനും വൻതോതിൽ നാശനഷ്ടം ആകുന്നു. ഏറ്റവും വിനാശകാരികളായ പ്രകൃതി ദുരന്തങ്ങളായ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സൈക്ലോൺസ്, അറ്റ്ലാന്റിക് സമുദ്ര പ്രദേശങ്ങളിൽ ഹാരിക്കെയിൻസ്. ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്തു പേരിൽ അറിയപ്പെടുന്നു എന്നാണ്. അപ്പോൾ അറ്റ്ലാന്റിക് മേഖലയിൽ അറിയപ്പെടുന്ന പേരെന്താണ്? ഹാരിക്കെയിൻസ് എന്നാണ്. അപ്പം അതിൻ്റെ താഴെ തന്നെ തന്നിട്ടുണ്ട് പശ്ചിമ ശാന്ത സമുദ്ര പ്രദേശത്തും തെക്കൻ ചൈന കടലിലും ടൈഫൂൺസ് കേട്ടോ. പശ്ചിമ ശാന്ത സമുദ്ര പ്രദേശത്തും തെക്കൻ ചൈന കടലിലും ടൈഫൂൺസ് എന്നറിയപ്പെടുന്നു. അതുപോലെ ഇന്ത്യൻ മഹാസമുദ്ര തീരത്ത് സൈക്ലോൺസ് എന്നറിയപ്പെടുന്നു. പശ്ചിമ ഓസ്ട്രേലിയയിൽ വില്ലീസ് എന്നറിയപ്പെടുന്നു. പശ്ചിമ ഓസ്ട്രേലിയയിൽ വില്ലീസ് എന്നറിയപ്പെടുന്നു. എന്നിങ്ങനെ വിവിധ രാജ്യങ്ങളിൽ വിവിധ പേരുകളിലാണ് ഇവ അറിയപ്പെടുന്നത്. എന്താണ്? ഉഷ്ണമേഖല ചക്രവാതങ്ങൾ അറിയപ്പെടുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ആ ഒരു ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അപ്പം അത്രയേ ഉള്ളൂ നമുക്ക് ചാപ്റ്റർ. പിന്നെ നമ്മൾ ഇനി ഞാൻ പറയാം, അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടു കിടക്കുന്ന ദേശീയപാത ഏതാണ്? ആൻസർ ഓപ്ഷൻ സി NW3 ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഓപ്ഷൻ സി NW3 ആണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ NCERT SCERT ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. ഇനി ഇതിന് പുറത്ത് പഠിക്കേണ്ടതായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ സമുദ്രങ്ങളുടെയും പിന്നെ അതുപോലെ തന്നെ പ്രധാന വാദങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ റിവിഷൻ ക്ലാസ് ചെയ്തിട്ടുണ്ട്. മാക്സിമം ഒന്ന് കാണാൻ ശ്രമിക്കുക. ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള റിവിഷൻ ക്ലാസ് നമ്മൾ SCERT ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു റിവിഷൻ ആയിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ഇത് മാക്സിമം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. മെയിനായിട്ടുള്ള ബോക്സുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. വീഡിയോ ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്താലേ റിവിഷൻ ക്ലാസ് ഇനിയും നമുക്ക് ഇടാൻ സാധിക്കത്തുള്ളൂ. അപ്പം അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ ബാക്കി കൂട്ടുകാർക്കോട് ഷെയർ ചെയ്യാനോടെ ശ്രമിക്കണം. ടെലഗ്രാം ചാനലിലൂടെ ജോയിൻ ചെയ്യുക. അപ്പം നമ്മുടെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഓൾ.